അഞ്ചാമത്തെ നമ്മുടെ സെമിനാറാണ്. വന്നു ചേർന്നിട്ടുള്ള നമ്മുടെ ഉദ്ഘാടനത്തിനായിട്ട് വന്നു ചേർന്നിട്ടുള്ള ശ്രീ ബി മഹേഷ് സാറ്, അതുപോലെ തന്നെ സുബ്രഹ്മണ്യർ സാറ്, അതുപോലെ ഉഷാദേവി ടീച്ചർ, എല്ലാവരും സന്നിഹിതരാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ദീപയാണോ പ്രാർത്ഥന? ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഹരി ഓം. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സെമിനാറിന് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് ശ്രീമതി ദീപ LS ആണ്. ദീപ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ പഠനയജ്ഞത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഓൺലൈൻ സെമിനാറിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ധ്യാന ശ്ലോകം ഉൾപ്പെടെ 50 ശ്ലോകങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ വേളയിൽ അഞ്ചാമത്തെ ഓൺലൈൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ബി മഹേഷ് അവറുകളാണ്. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദവും സഹസ്രനാമവും എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിവ് പകർന്നു തരാൻ ശ്രമിക്കുന്ന പ്രൊഫസർ A. സുബ്രഹ്മണ്യ അയ്യർ, ഹോണററി മാനേജർ, ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം അവരുകളെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി വേദാന്തവും സഹസ്രനാമവും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ഡോക്ടർ N. ഉഷാദേവി, റിട്ടയർഡ് പ്രൊഫസർ, ശ്രീ ശങ്കര കോളേജ് കാലടി അവരുകളെയും എന്റെയും ഭക്തമണ്ഡലിയുടെയും പേരിൽ ആദരപൂർവ്വം സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിന്റെ പഠനം ആരംഭിച്ച് ഇപ്പോഴ് 55ാമത്തെ ദിവസമാണ്. അപ്പൊ നമ്മുടെ ഈ സെമിനാറിന്റെ 5ാമത്തെ സെമിനാറാണിത്. ആദ്യത്തെ സെമിനാർ നമ്മൾ രാമായണം എന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു. തുടർന്ന് നമ്മുടെ ദിവ്യദേശങ്ങൾ, പിന്നെ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ, ജ്യോതിഷ വിഷയമായിരുന്നു 4ാമത്. ഇന്ന് നമ്മൾ പരമപ്രധാനമായിട്ട് നമ്മുടെ സഹസ്രനാമവും വേദവും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ വേദത്തിന്റെ അവസാനമായിട്ടുള്ള ഉപനിഷത്തുക്കളും അല്ലെങ്കിൽ വേദാന്തവുമായിട്ടുള്ള ബന്ധവും ആണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ശ്രീ ബി മഹേഷ് സാറാണ്. മഹേഷ് സാറിനെ ഇന്നത്തെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി ക്ഷണിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഓൺലൈനായി എത്തിയിട്ടുള്ള മഹത് വ്യക്തികളെ, സജ്ജനങ്ങളെ, ഭക്തമണ്ഡലി നടത്തിവരുന്ന വിഷ്ണു സഹസ്രനാമ പഠനയജ്ഞത്തിന്റെ 5ാം ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു യജ്ഞത്തിലേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ഭരണത്തിന്റെ ഒരു എളിയ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നെ ഈ യജ്ഞത്തിന്റെ ഉദ്ഘാടകനായി ക്ഷണിച്ചതിന് ആദ്യം ഞാൻ ഭക്തമണ്ഡലിയോട് നന്ദി അറിയിക്കട്ടെ. ഭക്തമണ്ഡലിയുമായി ഉള്ള ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് തിരുമേനി ഈ ആശയം കഴിഞ്ഞ ഈ 2024 ആദ്യ മാസങ്ങളിൽ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അപ്പൊ ഇത് പ്രകാരം എങ്ങനെ നടത്താം എന്നൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ പ്രത്യേകമായ രീതികൾ, സമയപരിമിതി, സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ എന്നിവയെല്ലാം കണക്കിലെടുത്ത് ഇത് എത്ര കണ്ട് വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്
അന്ന് ഇന്നിപ്പോ ക്ഷേത്രം ഒരുപക്ഷെ അറിയപ്പെടുന്നത് ഭക്തമണ്ഡലിയുടെ ഒരു പരിധി വരെ മറ്റ് ഭരണകാര്യങ്ങൾക്ക് പുറമെ ഭക്തമണ്ഡലി നടത്തുന്ന ഈ വിഷ്ണു സഹസ്രനാമ ഒരു പാരായണവും ഇത്ര വലിയൊരു ഭക്തരുടെ ഒരു കൂട്ടായ്മയും തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 2024 ഏപ്രിൽ മാസം 14 വിഷുദിനം ആരംഭിച്ച് ഇന്ന് 20 കോടി നാമജപം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. വളരെയധികം പുരോഗതി ആ കാര്യത്തിൽ അവർ വളരെ ചിട്ടയോടുകൂടിയും കൃത്യമായി നടത്തുന്നത്. ഒരു ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യവുമാണ്. അതിന് ക്ഷേത്ര മണ്ഡലിയുടെ പ്രവർത്തകരെയും അതിന്റെ ഭാരവാഹികളെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാകില്ല. ഇപ്പോ വിഷ്ണു സഹസ്രനാമ യജ്ഞം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമ പാരായണം ഒരു സാധാരണ ഒരു ലേമാൻ എന്ന നിലയിൽ ഞാൻ അതിനെ കാണുന്നത് ഒരു മാനസികമായ ഒരു ശുദ്ധീകരണത്തിനും കാര്യസിദ്ധിക്കും ഒരു ആത്മസാക്ഷാത്കാരത്തിനുമൊക്കെ ആയിട്ട് എന്നതോടൊപ്പം നമ്മുടെ എന്താ പറയുക കോപം അങ്ങനെയുള്ള നമ്മുടെ പല നെഗറ്റീവ് തോട്ട്സുകളും നിയന്ത്രിക്കാനുള്ള വളരെ ഉപകരിക്കുമെന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അത് എത്ര കണ്ട് ശരിയാണ് എന്ന് എനിക്ക് വലിയ ബോധ്യമൊന്നുമില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഈ ക്ഷേത്രത്തിൽ മഹാപരിപാടി നടന്നു. നിങ്ങൾ പലരും ഓൺലൈൻ വഴി അത് കണ്ടു കാണുമായിരിക്കും. മലയാളത്തിലെ മഹാനടനായ മോഹൻലാൽ പങ്കെടുത്ത ചടങ്ങ്, അതായത് മുറജപം ലക്ഷദ്വീപ വിളംബര ചടങ്ങ് അതിഗംഭീരമായി നടന്നു. അതിന്റെ മുന്നോടിയായി ഭക്തമണ്ഡലിയുടെ 200-ൽ പരം ജപം സ്ഥിരമായി ജപിക്കുന്നവർ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ക്ഷേത്രം ക്ഷണിച്ചത് പ്രകാരം അവരെത്തി ഒരാവർത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുകയുണ്ടായി. അപ്പോ ഈ പറയുന്ന ക്വാളിറ്റീസ് എല്ലാം ഒരു ജപക്കാർക്ക് ഉണ്ടാകുമോ എന്ന് എൻ്റെ ഒരു സാധാരണക്കാരൻ നില എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇത് ജപിക്കുക മാത്രമല്ലേ ഉള്ളൂ എന്ന്. എന്നാൽ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതോടുകൂടി എനിക്ക് അത് വളരെ പൂർണ്ണമായി ബോധ്യമായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു. സദസ്സും ഓപ്പൺ ആണ്. ഒരു മേൽക്കൂരയോ യാതൊരുവിധ കാനോപ്പിയോ ഒരു പ്രൊട്ടക്ഷനും ഇല്ല. 8-8:30 മണിയോടുകൂടി അവരെല്ലാവരും എത്തി. ഏകദേശം 1:45 മണിക്കൂറോളം 7 മണിക്ക് എത്തിയിട്ട് ഏകദേശം 8:45 അവർക്ക് പിരിയാൻ കഴിഞ്ഞുള്ളൂ. അത്രയും നേരവും ആ വെയിലത്ത് ഇരുന്നു എന്ന് മാത്രമല്ല, ആ ചടങ്ങ് മുഴുവനായി പങ്കെടുക്കുകയും വളരെ ഭംഗിയായി വളരെ ചിട്ടയോടും കൂടി ഒരാവർത്തി വിഷ്ണു സഹസ്രനാമം ആലപിച്ച് ആ ചടങ്ങിന് ഏറ്റവും മോടി കൂട്ടിയത് ഒരു വളരെ ഭംഗിയായി നടക്കാൻ ആ ചടങ്ങിനെ നടത്താൻ ഈ ഭക്തമണ്ഡലി കൂട്ടായ്മ സഹായിച്ചു എന്നുള്ളതിൽ നന്ദി ഈ അവസരത്തിൽ ഞാൻ ഒന്ന് അറിയിക്കട്ടെ. അത് തന്നെയാണ് അതിനേക്കാൾ ഉപരി ഇത്രയും നേരം ഞങ്ങൾ പ്രതീക്ഷിച്ച, ഞങ്ങൾ അവരോട് അറിയിച്ചിരുന്ന സമയമൊക്കെ അതൊക്കെ വളരെ കടന്നുപോയി. എന്ന് വെച്ചാൽ പലരും എത്തിച്ചേർന്നു, എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ അതിനുള്ള കാലതാമസം ഉണ്ടായി. എന്നിട്ട് ഒരു നടത്തിപ്പുകാരൻ എന്ന നിലയിൽ എന്നോട് അതിൽ ഒരാൾ പോലും ഒരു പരാതി പറഞ്ഞില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് തന്നെയാണ് ഈ ചിട്ടയോടുകൂടി ദിവസവും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്തതിൽ ആ ഭക്തർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണമെന്ന് ഞാൻ കരുതട്ടെ. അങ്ങനെ ഈ യജ്ഞം തുടരണം. മറ്റ് മതസ്ഥർക്ക് കൂട്ടായ പ്രാർത്ഥനയും മറ്റു കൂട്ടായ്മകളും ഉള്ളപ്പോൾ നമുക്കിടയിൽ അങ്ങനെ ഒന്നുമില്ല. അതിന് ഉതകുന്ന ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന ഭക്തമണ്ഡലിയെ പോലുള്ള സംഘടനകളെ ക്ഷേത്രങ്ങളും ക്ഷേത്ര ഭരണങ്ങളും വളരെയധികം ആത്മാർത്ഥതയോടുകൂടി സപ്പോർട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വിഷ്ണു സഹസ്രനാമ പഠന യജ്ഞത്തിന്റെ 5ാം സെമിനാർ ഇന്ന് വിഷ്ണു സഹസ്രനാമവും വേദവും നയിക്കുന്ന പ്രൊഫസർ സുബ്രഹ്മണ്യയ്യർ, അദ്ദേഹത്തെയും വിഷ്ണു സഹസ്രനാമ വേദാന്തവും അതേപ്പറ്റി സംസാരിക്കുന്ന പ്രൊഫസർ ഉഷാദേവി മാഡത്തെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് ഈ ഓൺലൈനിൽ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി
നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി പ്രഖ്യാപിക്കുന്നു. നന്ദി സാർ. എന്തായാലും സാറിന്റെ ഈ ഭക്തമണ്ഡലിയോടുള്ള ഈ നല്ല വാക്കുകളെല്ലാം ശ്രീ പത്മനാഭന്റെ തൃക്കാൽക്കൽ അർപ്പിക്കുന്നു. ഇത്രയും നമുക്ക് ഒരു വളരെ സെക്യൂരിറ്റി ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു സ്ഥാനത്ത് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ജപത്തിന് നമുക്ക് സാധിക്കുന്നത് സാറിനെ പോലെയുള്ള എല്ലാവരുടെയും ഒരു സഹായ സഹകരണങ്ങൾ കൊണ്ടാണ്. അതിന് പോലീസിന്റെ ഭാഗത്തും ക്ഷേത്ര ജീവനക്കാരുടെ ഭാഗത്തു നിന്നെല്ലാം വളരെയധികം സഹായം ഭക്തമണ്ഡലിയുടെ എല്ലാ പ്രവർത്തകർക്കും ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ഏത് കാര്യങ്ങളും അറിയിച്ചാലും നമ്മുടെ ഭക്തമണ്ഡലിയുടെ ആൾക്കാര് അത് യാതൊരു മടിയും കൂടാതെ ചെയ്യുന്നു എന്നുള്ളതും സേവാകാര്യങ്ങളായാലും ദാഹജല വിതരണത്തിന്റെ ആയാലും എല്ലാത്തിനും സാറിനോടൊപ്പം എപ്പോഴും എല്ലാവരും എന്ത് അറിയിച്ചാലും അത് ഉണ്ടാവും. ഇപ്പോഴും തന്നെ അതിനുള്ള ആസൂത്രണങ്ങൾ, തിരുവോണ സേവയ്ക്ക് വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. സാറിന്റെ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിനും സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വിഷയം സഹസ്രനാമവും വേദവും എന്നുള്ളതാണ്. ഭഗവാൻ അവതരിച്ചത് വേദോദ്ധാരണത്തിനാണ് ആദ്യം മത്സ്യമായിട്ട് അവതരിച്ചത്. അതോടൊപ്പം തന്നെ ഭഗവാനെ സ്തുതിച്ച സഹസ്രനാമത്തില് അതിന്റെ വേദവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മളോട് സംവദിക്കുന്നത് ശ്രീ സുബ്രഹ്മണ്യ അയ്യർ സാറാണ്. സാറിന് ഈ ക്ഷേത്രവുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പരമഗുരു പരമ്പരയുമായിട്ടുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ആമ്നായമായിട്ടുള്ള ദക്ഷിണാമ്നായം ശൃംഗേരി പീഠത്തിന്റെ കേരളത്തിന്റെ ചുമതല നോക്കുന്നത് ശ്രീ സുബ്രഹ്മണ്യ അയ്യർ സാറാണ്. കാലടിയിലെ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രവും ശൃംഗേരി ശങ്കരമഠത്തിന്റെയും ധർമാധികാരിയാണ് ശ്രീ സുബ്രഹ്മണ്യ അയ്യർ സാറ്. ദീർഘകാലം സാറ് ശങ്കര കോളേജിലെ പ്രൊഫസറായിരുന്നു. ശേഷം സാറ് കാലടിയിൽ തന്നെയാണ് ഇപ്പോൾ വസിക്കുന്നത്. തുടർന്ന് വരുന്ന നമ്മുടെ വേദജപത്തിന്റെയും അല്ലെങ്കിൽ മുറജപത്തിന്റെ എല്ലാത്തിന്റെയും പിന്നണിയിൽ അതിനുവേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ട് സാറ് ഉണ്ട്. അത് തന്ത്രിദേഹത്തിനോടൊപ്പം എന്തെല്ലാം കാര്യങ്ങൾ വേണമോ അത് സാറിന്റെ മുൻകാല അനുഭവങ്ങളും അതുപോലെ തന്നെ സാറിന്റെ പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള അറിവുകളും എല്ലാം നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ട് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ സുബ്രഹ്മണ്യ അയ്യർ സാറിനെ ആദ്യത്തെ വിഷയമായിട്ടുള്ള സഹസ്രനാമവും വേദവും എന്നുള്ള വിഷയത്തെ നമ്മളോട് സംവദിക്കാനായി ക്ഷണിക്കുന്നു. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ സാർ? ഹരി ഓം. സാർ അൺമ്യൂട്ട് അല്ല. ഇപ്പോഴോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, കേൾക്കാം. കേൾക്കാം സാർ. ഓം ശ്രീ പത്മനാഭായ പരബ്രഹ്മണേ നമഃ. ഓം കാണിക്കണേ, മുഖം കൂടിയും കാണിച്ചാൽ നന്നു. ഓം സഹസ്രശീർഷാ പുരുഷഃ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വാ ത്യതിഷ്ഠദ്ദശാംഗുലം യശ്ച കിഞ്ചിത് ജഗത് സർവം ദൃശ്യത്തെ ശ്രൂയതേപി വാ അന്തർബഹിശ്ച തത്സർവം വ്യാപ്യ നാരായണ സ്ഥിതഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷി-ശിരോരുബാഹവേ സഹസ്രനാമ്നേ പുരുഷായ ശാശ്വതേ സഹസ്രകോടി യുഗധാരിണേ നമഃ. ശ്രീ ശങ്കര പരമ്പരയിലെ എല്ലാ ജഗദ്ഗുരുക്കന്മാർക്കും അവരുടെ പാദകമലങ്ങളിലും പ്രാതസ്മരണീയനായ എൻ്റെ വിദ്യാഗുരുവിൻ്റെയും ദീക്ഷാഗുരുവിൻ്റെയും പാദകമലങ്ങളിലും എൻ്റെ മാനസ പുഷ്പാഞ്ജലി ആദ്യം സമർപ്പിച്ചുകൊള്ളുന്നു.
ഈ വിഷ്ണു സഹസ്രനാമ ജപയജ്ഞത്തിന്റെ ഭാഗമായി സംഘടിക്കപ്പെടുന്ന ഈ അർത്ഥചിന്തനം, ഈ വിചാരസത്രത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഇത് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീ മഹേഷ് സാർ അവർക്കും എൻ്റെ കൂപ്പുകൈ. സംഘാടകരുടെ നിർദ്ദേശമനുസരിച്ച് എൻ്റെ വാക്ശുദ്ധിക്കും മനഃശുദ്ധിക്കും വേദങ്ങളും വിഷ്ണു സഹസ്രനാമവും എന്ന ഈ ഒരു ലഘു പ്രഭാഷണം ആദ്യം തന്നെ അത് വികലമാണെങ്കിലും അത് ആക്കിത്തരണം എന്നുള്ള എൻ്റെ മനഃപൂർവമായ പ്രാർത്ഥനയോടുകൂടി ശ്രീ പത്മനാഭ പാദാബ്ജങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. നമുക്കറിയാം, വേദവ്യാസ വിരചിതമായ ശ്രീ മഹാഭാരതം വിശ്വോത്തരമായ ഒരു ഇതിഹാസമാണ്. അതിലാണ് ഈ വിഷ്ണു സഹസ്രനാമം എന്ന സ്തോത്രം ലോകാനുഗ്രഹത്തിനായി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും. ശ്രീ മഹാഭാരതത്തിന്റെ വൈഭവം, ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന്റെ വൈഭവം, വിഷ്ണു സഹസ്രനാമം സർവധർമ്മ ഉത്കർഷത്തോടും കൂടിയതാണെന്നുള്ള വിഷയവും, അതുപോലെ സർവപ്രായശ്ചിത്തങ്ങളിലും ശ്രേഷ്ഠമായത് ഭഗവൻ നാമജപമാണെന്നുള്ളതും, ഈ സ്തവം, ഈ പുണ്യദായകമായ ഈ സ്തവം ജപിക്കുമ്പോൾ ലഭിക്കുന്ന ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ, അതുപോലെ ശ്രേയോമാർഗങ്ങളിൽ ഭക്തിയുടെ പ്രാമുഖ്യം, ഇവയെല്ലാം തന്നെ ഈ വിഷ്ണു സഹസ്രനാമത്തെ ആധാരമാക്കിക്കൊണ്ട് അനേകം ആചാര്യന്മാരും ഭക്തശ്രേഷ്ഠന്മാരും നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഭാഷ്യം അനവധി ലോകത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. അതിൽ സർവ ആദരണീയമായിട്ടുള്ളതും ഏറ്റവും പ്രാധാന്യം ഏറിയതും ഏറ്റവും പ്രഥമമായതും സാക്ഷാൽ ജഗദ്ഗുരു ശ്രീ ശങ്കരഭഗവത്പാദാചാര്യ സ്വാമികൾ രചിച്ച വിഷ്ണു സഹസ്രനാമ ഭാഷ്യമാണ്. അതിനുശേഷം അനവധി ആചാര്യന്മാർ ഇത് പല രീതിയിലും ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനകാരന്മാരെ എല്ലാവരെയും ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന് അവരുടെ പാദങ്ങളിൽ എൻ്റെ ഈ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഈ വിഷ്ണു സഹസ്രനാമ ഭാഷ്യത്തിന്റെ ആരംഭത്തിൽ, അതിൻ്റെ അവതരണിക ഭാഗത്തിൽ തന്നെ ശങ്കരഭഗവത്പാദർ നമുക്ക് ഉപദേശിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഹരിഹര അഭേദമാണ്, ശിവവിഷ്ണു അഭേദമാണ്. അതായത് ഹരിവംശത്തിലെ കൈലാസയാത്രാ ഖണ്ഡത്തിലെ ശ്രീ പരമേശ്വര മഹാവിഷ്ണു സംഭാഷണ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് ആചാര്യസ്വാമികൾ തൻ്റെ പ്രസിദ്ധമായ ഈ ഭാഷ്യത്തിലെ ഈ നാമവൈഭവ പ്രശംസ ആരംഭിക്കുന്നതും. ആരംഭ ശ്ലോകം തന്നെ സഹസ്രമൂർത്തേ പുരുഷോത്തമസ്യ സഹസ്രനേത്രാനന പാദബാഹോഃ സഹസ്രനാംനാം സ്തവനം പ്രശസ്ത്യം നിരുച്യത്തെ ജന്മ ജരാതിശാന്ത്യൈ എന്ന്. അപ്പോ ഈ നാമ അനുസന്ധാനം കൊണ്ട് ലഭിക്കുന്നത് ചിത്തശുദ്ധിയാണെന്നും ആ ശുദ്ധമായ ആ മനസ്സിൽ ആ സാധകന്റെ മനസ്സിൽ അഥവാ ഭക്തന്റെ മനസ്സിൽ ഭഗവത് സാന്നിധ്യം പരിപൂർണമായി വിലസിക്കുന്നു. അതിലൂടെ ആ സാധകൻ മോക്ഷം പ്രാപിക്കുന്നു. ജന്മ ജരാതിശാന്തിയായി നിരുച്യത്തെ എന്നാണ് ആചാര്യൻ ആദ്യ ശ്ലോകത്തിൽ തന്നെ അവതരിപ്പിക്കുന്നതും. നമുക്ക് സന്ദർഭം, ഈ കഥാസന്ദർഭം കൂടി ഒന്ന് നമുക്ക് സൂചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. മഹാഭാരത യുദ്ധത്തിന് ശേഷം ഉത്തരായണ സംക്രമണകാലം പ്രതീക്ഷിച്ചുകൊണ്ട് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനെ വന്ദിക്കുവാൻ ശ്രീകൃഷ്ണനോടുകൂടി പാണ്ഡവന്മാർ എത്തിച്ചേരുന്നു. ആ ഭീഷ്മാചാര്യരുടെ മുഖത്തിൽ നിന്നും സാമാന്യധർമ്മം, വിശേഷധർമ്മം മുതലായവ, രാജധർമ്മം, ഇവയുടെ എല്ലാം സ്വരൂപം ഉപദേശ രൂപത്തിൽ കേട്ട യുധിഷ്ഠിരന് അതിൽ തൃപ്തി വരാതെ വീണ്ടും മോക്ഷോപായം കേൾക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതായത് അഭ്യുദയം എന്ന് പറയുമ്പോൾ ഐഹിക ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളവ, അതുപോലെ തന്നെ നിശ്രേയസം, അതായത് മോക്ഷപ്രാപ്തിക്ക് ഹേതുവുമായിട്ടുള്ള അനേകം പരിപാവനമായ ധർമ്മരഹസ്യങ്ങൾ കേട്ട ശേഷവും മതിവരാതെ യുധിഷ്ഠിരൻ
ശാന്തനവനായ ഭീഷ്മരോട് സകല പുരുഷാർത്ഥ സാധനവും അല്പപ്രയാസം കൊണ്ട് അനൽപമായ ഫലം നൽകുന്ന, അതായത് മോക്ഷം നൽകുന്നതുമായ ഉപായം വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അതില് ശ്രീ കേനോപായേന ലഘുന വിഷ്ണോർ നാമസഹസ്രകം പഠ്യത്തെ പണ്ഡിതേ നിത്യം ശ്രോതിമിച്ഛാമ്യഹം പ്രഭോ എന്ന് ചോദിക്കുകയാണ്. ഇതിൽ വേദങ്ങളും സഹസ്രനാമവും വേദങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ എൻ്റെ മതി അനുസരിച്ച് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അതായത് ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രത്യേകതകൾ അടങ്ങുന്നതായ ആ ഭാഷ്യത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമുക്ക് ശ്ലോകത്തിന്റെ ആദ്യത്തെ സ്തവത്തിലെ ആദ്യം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. വേദേശ്യ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം എന്ന് ഭഗവത്ഗീതയിൽ സാക്ഷാൽ ശ്രീ ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. വേദേശ്യ സർവൈഹി അഹമേവ വേദ്യ. വേദങ്ങളിൽ അടങ്ങിയിട്ടുള്ള സൂക്ഷ്മ തത്വങ്ങൾ അറിയപ്പെടേണ്ടവൻ ഞാൻ തന്നെയാണ്. വേദേശ്യ സർവൈർ അഹമേവ വേദ്യ. ഇനി വേദാന്തകൃത്ത്, വേദാന്തം എന്ന് പറയുന്നതായ ആ ശ്രുതിയുടെ അവസാന ഭാഗം തത്വചിന്ത, അതും ഞാൻ തന്നെയാണ് നിർമ്മിച്ചു കൊടുത്തത്. വേദവിദേവ ചാഹം, വേദം മുഴുവനും അറിയുന്നവൻ ഞാൻ തന്നെയാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഈ വചനങ്ങൾ അതായത് സ്മൃതിയിൽ കാണുന്നു. എന്നാൽ വേദാർത്ഥം വിശദീകരിക്കുന്നതായ നാമങ്ങൾ അനവധി ഒരു പക്ഷേ സഹസ്രനാമങ്ങളിലും വേദാർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേദാർത്ഥങ്ങളിലൂടെ, വേദവാക്യങ്ങളിലൂടെ, അവയുടെ അർത്ഥചിന്തനത്തിലൂടെ ഓരോ നാമവും, സഹസ്രനാമത്തിലെ ഓരോ നാമവും വിശദീകരിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നതാണ്. ഇവിടെ ആദ്യത്തെ ആ നാമം ശ്രദ്ധിക്കുക. വിശ്വസ്മൈ നമഃ, അങ്ങനെയാണല്ലോ ആരംഭിക്കുന്നത്. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭുഃ എന്നാണല്ലോ ആരംഭിക്കുന്നത്. വിശ്വസ്മൈ നമഃ എന്നത് എങ്ങനെയാണ് ഈ വിശ്വസ്മൈ നമഃ എന്ന ഈ പദം നാം മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ബ്രഹ്മത്തിന് സഗുണം നിർഗുണം എന്ന് നാം ഒരു ഭേദം നാം കൽപ്പിക്കുന്നു. ഭേദം, വാസ്തവത്തിൽ ഭേദമില്ല. നമ്മുടെ മനോഭാവം അനുസരിച്ച് സഗുണമായും നിർഗുണമായും നാം മനസ്സിലാക്കുന്നു. അതായത് സഗുണമായി ഉപാസിച്ചുകൊണ്ട് അവസാനം നിർഗുണമായി സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ് ബ്രഹ്മം എന്നർത്ഥം. അപ്പോൾ കാര്യം കാരണം എന്ന രീതിയിലും ഇതിനെ മനസ്സിലാക്കുന്നതിനായി വിശ്വം എന്ന നാമം ഇവിടെ ആദ്യത്തെ നാമമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. വിശ്വം എന്ന പദം ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്നതാണ് എന്ന്. ഇതിനെന്താ പ്രമാണം എന്ന് ചോദിച്ചാൽ ശ്രുതി പ്രമാണമുണ്ട്. ബ്രഹ്മേ വേദം വിശ്വം എന്ന് മുണ്ടകശ്രുതി ഉണ്ട്. പുരുഷ ഏവേദം വിശ്വം എന്ന് വീണ്ടും മുണ്ടകശ്രുതിയിൽ പറയുന്നു. എന്താ വിശ്വം എന്ന് പറയുന്ന പദത്തിന്റെ ആ ധാതു അർത്ഥത്തോടുകൂടി, അതിൻ്റെ ധാതുവിൻ്റെ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേറൊരു രീതിയിൽ അർത്ഥചിന്തനം ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്താന്ന് ചോദിച്ചാൽ, വിശതി ഇതി വിശ്വം, പ്രവേശിക്കുന്നത് ബ്രഹ്മ എന്നർത്ഥം. അപ്പൊ അവിടെ വിശ്വശബ്ദം ബ്രഹ്മപര്യായമാണ്. തത് സൃഷ്ട്വ തദേവ അനുപ്രാവിശത് തദനുപ്രവിശ്യ സത്യത്യച്ഛാഭവത് എന്ന് തൈത്തിരീയ ഉപനിഷത്തിലെ വാക്യം പ്രമാണമാകുന്നു. അതായത് ഈ പ്രപഞ്ചത്തെ, ഈ വിശ്വത്തെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ചു. തത് സൃഷ്ട്വ തദേവ അനുപ്രാവിശത്. അങ്ങനെ വിശ്വശബ്ദം കാര്യരൂപത്തിലും കാരണരൂപത്തിലും ഉഭയാത്മകമായി ഈ വിശ്വശബ്ദത്തെ വേദം നമുക്ക് മനസ്സിലാക്കി തരുന്നു.
ഇനി അടുത്ത ഒരു പദം ഓം വിഷ്ണവേ നമഃ. വിഷ്ണു എന്ന് പ്രസിദ്ധമായ ആ നാമം ഭഗവാൻ സഹസ്രനാമമാണ്. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 എന്ന സംഖ്യയെ മാത്രമല്ല നിർദ്ദേശിക്കുന്നത്, മനസ്സിലാക്കി തരുന്നത്. സഹസ്രം എന്ന് പറഞ്ഞാൽ അപരിമിതം എന്നുള്ളതാണ്, അസംഖ്യേയം, കൗണ്ട്ലെസ് എന്നാണ് അർത്ഥം. അപ്പോ വിഷ്ണു എന്ന് പറയുന്ന പ്രസിദ്ധമായ ആ പദം വേദങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ട് പ്രസിദ്ധമാക്കിയിട്ടുള്ളതായ ആ പദം തന്നെയാണ് രണ്ടാമതായി വിശ്വസ്മൈ നമഃ എന്ന ആദ്യ നാമവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു തുടർച്ച നൽകിക്കൊണ്ട് ഈ വിഷ്ണു സഹസ്രനാമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓം വിഷ്ണവേ നമഃ എന്ന്. അതായത് ഈ നാമസാഹസ്രം, അതുകൊണ്ടാണല്ലോ ആചാര്യസ്വാമികൾ പറഞ്ഞത് എന്താ ഭഗവത്ഗീത നാമസഹസ്രം എന്ന് പറഞ്ഞത്. എന്നും ഭഗവത്ഗീതയും നാമസഹസ്രവും വിഷ്ണു സഹസ്രനാമവും എന്നും ചൊല്ലേണ്ടതാണ് എന്ന്. ഈ നാമസഹസ്രത്തിൽ പ്രതിപാദിക്കുന്ന സ്വരൂപം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിഷ്ണു എന്ന പദത്തിന്റെ താത്പര്യം ജഗജ്ജന്മാദി കാരണം എന്ന ലക്ഷണത്തോടു കൂടിയതാണ്. അത് വിശ്വശബ്ദം കൊണ്ട് കാര്യകാരണ സ്വരൂപമായി നിർദ്ദേശിക്കപ്പെടുന്നതു വിഷ്ണു എന്ന അടുത്ത നാമത്തിൽ അതിനെ സമർത്ഥിക്കുന്നു. എങ്ങനെ എന്ന് ചോദിച്ചാൽ ഋഗ്വേദത്തിൽ നിന്നും ഉദ്ധരണികൾ. വിഷ്ണുർഗോപാ പരമം, വിഷ്ണുവാണ് പരമമായ രക്ഷിതാവ് എന്ന്. വിഷ്ണോ കർമാണി പശ്യത, ഋഗ്വേദം. അതുപോലെ തദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയഃ, മോക്ഷപദത്തെ വിഷ്ണുപദം എന്നാണ് പറയുന്നത്, അതും ഋഗ്വേദത്തിലാണ്. അതുപോലെ യജുർവേദത്തിൽ പറയപ്പെടുന്ന അന്തർബഹിച്ച തത്സർവം വ്യാപ്യ നാരായണ സ്ഥിതഃ, ഉള്ളിലും പുറത്തും, പ്രപഞ്ചത്തിന്റെ ഉള്ളിലും പ്രപഞ്ചത്തിന്റെ പുറത്തും. പുറമെ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? പ്രപഞ്ചത്തിന് പുറത്ത് ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ അവിടെയും വ്യാപ്യ നാരായണ സ്ഥിതഃ, നാരായണൻ എന്ന ഈ വിഷ്ണു വ്യാപിച്ചു നിൽക്കുന്നു. വിഷ്ണു എന്നുള്ള പദത്തിന്റെ അർത്ഥം വ്യാപനശീലം എന്നാണ്. അങ്ങനെ മൂന്നാമത്തെ നാമത്തിലേക്ക് കിടക്കുന്നു. അതായത് ക്രമത്തിലല്ല, ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില നാമങ്ങളുടെ അർത്ഥചിന്തനമാണ് ഞാൻ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. പരമാത്മാ എന്ന നാമം. പരമശ്ച അസൗ ആത്മാ പരമാത്മാ എന്ന്. എന്താ ഈ പരമാത്മാ എന്ന് ചോദിച്ചാൽ മുക്താനാം പരമാഗതി എന്ന് അടുത്തത് പറയുന്നുണ്ട്. പരമശ്ച അസൗ ആത്മാ, ആചാര്യസ്വാമികൾ പറയുന്നത് കാര്യകാരണ വിലക്ഷണ നിത്യശുദ്ധ മുക്ത സ്വഭാവ എന്നാണ്. അതായത് പരമാത്മാവ് ഉണ്ട്, വ്യാവഹാരിക തലത്തിൽ ജീവാത്മാവുമുണ്ട്. അപ്പോ കാര്യകാരണ വിലക്ഷണ, കാര്യവും കാരണവും അല്ലാതെ, കാര്യകാരണ ബന്ധത്തിൽ അല്ലാതെ നിൽക്കുന്ന നിത്യശുദ്ധ മുക്ത സ്വഭാവ എന്ന്. നിത്യ എന്ന് പറഞ്ഞാൽ എന്താ? കാലത്രയ അപരിച്ഛിന്ന, 3 കാലങ്ങളിലും വർത്തിക്കുന്നവൻ എന്നർത്ഥം. ശുദ്ധ രാഗാദി അശുദ്ധരഹിത, രാഗം അതായത് കാമം, കാമം ക്രോധം മുതലായ അശുദ്ധ ഗുണങ്ങളോട് കൂടാത്തവൻ എന്നർത്ഥം. ജീവാത്മാവാകുമ്പോൾ പ്രാപഞ്ചികനായ ജീവാത്മാവ് രാഗാദി അശുദ്ധമായ സ്വഭാവത്തോട് കൂടിയവനുമാണ്. എന്നാൽ അതിന് വിലക്ഷണമായ വ്യത്യസ്തമായ ശുദ്ധനാണ് പരമാത്മാ. ഇനി ബുദ്ധ സ്വപ്രകാശ നിരതിശയ ആനന്ദ എന്നാണ് അതിനർത്ഥം നൽകുന്ന ആചാര്യസ്വാമികൾ നൽകുന്നത്. സ്വപ്രകാശം കൊണ്ട്, തൻ്റെ പ്രകാശ വൈഭവം കൊണ്ട് നിരതിശയമായ ആനന്ദം നൽകുന്നവൻ എന്നർത്ഥം. ഇനി മുക്ത അവിദ്യാരൂപ ബന്ധശൂന്യ, അവിദ്യാസ്മിത രാഗദ്വേഷ അഭിനിവേശം മുതലായവകൾ ഒന്നും തന്നെ ഇല്ലാത്തവനെന്ന് ഇങ്ങനെ അർത്ഥം നൽകുന്നു. ഇതിന് പ്രമാണം എന്താന്ന് ചോദിച്ചാൽ യജുർവേദത്തിലെ സപര്യഗാതു ശുക്രം അകായം ഔവ്രണം അസ്നാഭിരം ശുദ്ധം അപാപവിദ്ധം കവിർമനീഷി പരിഭൂ സ്വയംഭൂ യാഥാതത്യോ അർത്ഥാൻ വ്യദധാത് ശാശ്വതീഭ്യ സമാഭ്യ എന്ന് വേദത്തിൽ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കി തരുന്നു. പരമാത്മാവ് എന്ന ശബ്ദത്തിനാൽ വ്യവഹരിക്കപ്പെടുന്ന ഈശ്വരൻ ശുദ്ധനും അകായനും
ശരീരമില്ലാത്തവനും ജരാമരണാദി വ്രണങ്ങളില്ലാത്തവനുമാണ് സ്വയംഭൂവായ ഭഗവാൻ എന്നർത്ഥം. അനേകം യുഗങ്ങളിലായി യഥായോഗ്യം ഈ പ്രപഞ്ചം നിർമ്മിച്ച് അവയെ സംരക്ഷിച്ച് അവസാനം തന്നിലേക്ക് തന്നെ സ്വീകരിക്കുന്നു. പിന്നീട് വീണ്ടും പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുന്നു എന്ന് ഈ വേദമന്ത്രത്തിന്റെ താത്പര്യം. അപ്പോ സമസ്ത വേദാർത്ഥ സംഗ്രഹമായ ഭഗവത്ഗീതയും ഈ ആശയത്തെ അനുകരിച്ചുകൊണ്ട് ഭഗവത്ഗീതയിലും ഈ ഒരു ശ്ലോകം നമുക്ക് പ്രമാണമായി സ്വീകരിക്കാം. ഉപദ്രഷ്ടാനുമന്താച ഭർത്താഭോക്ത മഹേശ്വര പരമാത്മേതി ജാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഹ എന്ന് 13-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം. എന്താണ് ഈ പരമാത്മാവ് എന്ന് ചോദിച്ചാൽ ആ ഗീതാഭാഷ്യത്തിൽ ആചാര്യൻ അത് വ്യക്തമാക്കി തരുന്നു. ദേഹാദീനാം ബുദ്ധ്യന്താനാം പ്രത്യഗാത്മത്വേന കൽപ്പിതാനാം അവിദ്യയ പരമ ഉപദ്രഷ്ടൃത്വാദി ലക്ഷണ. ഇതെല്ലാം കാണുന്നവൻ എന്നർത്ഥം പരമാത്മാ എന്നും പറയുന്നു. ഇനി നമുക്ക് നാരസിംഹ വപുഹു എന്ന ആ ശ്ലോകത്തിലേക്ക് കിടക്കാം. അനേകം നാമങ്ങളുണ്ട്. നാമങ്ങളെല്ലാം തന്നെ നമുക്ക് നിരുക്തി, അതായത് ഓരോ നാമങ്ങളുടെയും വിശദീകരണം നമുക്ക് നിരുക്തം കൊണ്ട് സാധിക്കാം. വ്യാകരണങ്ങൾ കൊണ്ട്, വ്യാകരണ നിയമങ്ങൾ കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാം. പല നാമങ്ങളും വേദപ്രതിപാദ്യമാണ്, പല നാമങ്ങളും വേദാന്ത ഗോചരമായവയാണ്, പല നാമങ്ങളും നമുക്ക് ഭഗവാന്റെ അനന്തമായ അജ്ഞാതമായ ഗുണഗണങ്ങളെല്ലാം വർണ്ണിക്കുന്നവയുമാണ്. പല നാമങ്ങളും സഹേതുക നാമങ്ങളാണ്, അതായത് ഓരോ കാരണനിമിത്തം വരുന്നതാണ്. ഇപ്പൊ പാർത്ഥ സാരഥി എന്ന് പറഞ്ഞാൽ അതൊരു കാരണം, പാർത്ഥന് സാരഥിയായി വന്നവൻ എന്ന ഇതിൽ സകാരണമായി സഹേതുകമായ നാമങ്ങളാണ്. അതുപോലെ ആയുധനാമങ്ങളുണ്ട് നമുക്ക്. ശംഖി, ചക്രി, ചനന്തകി എന്നൊക്കെ ഉണ്ടല്ലോ. അവിടെ അവസാന ഭാഗത്ത് നാം കാണുന്നുണ്ട്. അപ്പോ ശംഖഭൻ നന്ദകി ചക്രി ശാംഗധൻ വാഗദാധര യഥാംഗപാണി രക്ഷോഭ്യ, അവയെല്ലാം ആയുധനാമങ്ങളാണ്. ഭഗവാന്റെ ആയുധങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നാമങ്ങളാണ്. ഇങ്ങനെ പല രീതിയിലും പല വിഭാഗങ്ങളിലുമായി നമുക്ക് ഈ നാമങ്ങളെ നമുക്ക് വ്യവഹരിക്കാനും സാധിക്കും. ഇവിടെ നാരസിംഹ വപുഹു എന്നതാണ് അടുത്ത നാമം. നാരസിംഹ വപുഹു ഇതൊരു അവതാര നാമമാണ്. നാരസിംഹ വപുഹു അതായത് നരസിംഹ അവയവങ്ങളോട് കൂടിയവൻ എന്നാണ് അർത്ഥം. ഇതിന് പ്രമാണം എന്താന്ന് ചോദിച്ചാൽ യസ്മാത് സർവേഷാം ഭൂതാനാം സ വീര്യതമഃ ശ്രേഷ്ഠതമശ്ച സിംഹഃ സിംഹോ വീര്യതമഃ ശ്രേഷ്ഠതമശ്ച തസ്മാത് നൃസിംഹ ആസീത് പരമേശ്വരഃ എന്ന് നൃസിംഹ പൂർവതാപനീയ ഉപനിഷത്തില് ഇവിടെ ഈ നാരസിംഹ വപു എന്ന് പറയുന്ന ആ നാമത്തിന്റെ വൈഭവം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനെ ഒരു ആധുനിക ഭാഷ്യം, ആധുനികം എന്ന് പറഞ്ഞാൽ 10-60 കൊല്ലങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട സത്യദേവ വസിഷ്ഠൻ എന്ന രാജസ്ഥാനിലെ ഒരു മഹാപണ്ഡിതൻ, വേദപണ്ഡിതൻ രചിച്ചതായ സത്യഭാഷ്യം, സഹസ്രനാമത്തിനും വേദങ്ങളിൽ നിന്നും ഉദ്ധരണികൾ എടുത്തുകൊണ്ട് അവയെല്ലാം പ്രകടമാക്കുന്നതായ ഒരു ഭാഷ്യം രചിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നുണ്ട് ഈ നാരസിംഹ വപുഹു എന്നുള്ളതിന്, അതായത് നരനും സിംഹവും ചേർന്നത്, നരന്റെ ഗുണങ്ങളും സിംഹത്തിന്റെ ഗുണങ്ങളും ചേർന്നതായ വപുസ്. ഇതിന്റെ ആന്തരികമായ അർത്ഥം, ഈ നൃസിംഹ താപനീയ ഉപനിഷത്തിൽ പറഞ്ഞതിന്റെ ആന്തരികമായ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, നരന് അതായത് മനുഷ്യന് വിചാരപൂർവകമായ, അതായത് നല്ലപോലെ വിചാരിച്ച് ഒരു കർമ്മം ചെയ്യുന്ന ശക്തിയുണ്ട്. സിംഹത്തിന് പരാക്രമ ശക്തിയുണ്ട്. ഈ രണ്ട് ശക്തികളും സമാനമായ രീതിയിൽ ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ, കാര്യപ്രയത്നങ്ങളെല്ലാം സഫലമാകുന്നതും. ദൃഢമായ ജ്ഞാനമില്ലാത്തവൻ എങ്ങനെ നമ്മൾ കർമ്മം ആചരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് ജ്ഞാനമില്ലാത്തവൻ കർമ്മ ആചരണത്തിൽ പ്രയാസം അനുഭവിക്കുന്നു. ജ്ഞാനമുള്ളവൻ ശക്തിരഹിതനായി വിഷമിക്കുന്നു. ഈ രണ്ട് ശക്തികളുടെയും സമഞ്ജസമായ ഒരു സമ്മേളനം നമ്മുടെ കാര്യത്തെ സഫലമാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മശക്തിയും, അതായത് ജ്ഞാനവും
ക്ഷാത്രശക്തിയും അതായത് ആചരണശക്തിയും ഒന്നു ചേരുമ്പോൾ കർമ്മങ്ങൾ ഫലവത്തായിത്തീരുന്നു എന്നർത്ഥം. ഇതിന് പ്രമാണം വേദത്തിലുണ്ട്. ഇതം മേ ബ്രഹ്മജക്ഷത്രം ജ ഉഭേ ശ്രിയം അശ്നുതാം എന്ന് യജുർവേദത്തിലും. എത്ര ബ്രഹ്മജക്ഷത്രം ജ സംയം ജൗ ചരതഃ സഹ തം ലോകം പുണ്യം പ്രജ്ഞോഷം എത്ര ദേവ സഹ അഗ്നിന എന്ന് വീണ്ടും യജുർവേദത്തിൽ ഈ നാമാവിന്റെ ഈ വൈഭവം പ്രകടമാക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ടുള്ള നാമം സ്വയംഭൂഹു എന്നാണ്. സ്വയം ഭവിക്കുന്നവൻ എന്നർത്ഥം. പരേച്ഛയോ പരപ്രയത്നമോ കൂടാതെ പ്രകടമാകുന്നവൻ. ഭഗവാന് ഉത്പത്തിയില്ല. ജന്മം എടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താൻ ആവിർഭവിച്ചു എന്നാണ്, പ്രകടമാക്കുന്നു എന്നാണ്. നേരത്തെ ഉള്ള വസ്തു പ്രകടമാകുമ്പോഴാണ് അതിനെയാണ് നാം പ്രകടമാകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവതാരം എന്നൊക്കെ പറയുക. ഇല്ലാത്ത ഒരു വസ്തു ഉണ്ടാകുമ്പോഴാണ് ഉത്പത്തി എന്ന് പറയുക. സ്വയം ഭവിക്കുന്നവൻ. അതോടുകൂടി വേറൊരു അർത്ഥമുണ്ട്. എല്ലാവർക്കും ഉപരി, എല്ലാവർക്കും മീതെ ശ്രേഷ്ഠനായി വർത്തിക്കുന്നവൻ എന്ന് ഇതിന് ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. സർവേഷാം ഉപരിഭവതി എന്ന്. അതിനെന്താ പ്രമാണം എന്ന് ചോദിച്ചാൽ പരിഭൂഹു സ്വയംഭൂഹു യേഷാം ഉപരിഭവതി യശ്ച ഉപരിഭവതി തദ് ഉഭയാത്മന സ്വയമേവ ഭവതീതി വാ എന്ന് ഈ ഈശാവാസ്യ മന്ത്രത്തിന് ആചാര്യസ്വാമികൾ ഭാഷ്യം രചിക്കുന്നു. സ്വയംഭൂ പരമേശ്വരഃ സ്വയമേവ സ്വതന്ത്രഃ ഭവതി ന പരതന്ത്രഃ. പരതന്ത്രനല്ല. ഈശ്വരന്റെ കർമ്മ ആചരണത്തിന് മറ്റുള്ളവരുടെ സഹായം വേണ്ട. എങ്ങനെയാണോ സൂര്യൻ മറ്റൊരു പ്രകാശത്തെ ആശ്രയിക്കാതെ സ്വയം പ്രകാശിക്കുന്നത് നമ്മുടെ ലൗകിക ദൃഷ്ടിയിൽ, ലൗകിക ഉദാഹരണത്തിൽ, അതുപോലെ ഈശ്വരൻ പരമാത്മാവ് സ്വയം കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കാര്യം എന്ന് പറയുന്നത് സൃഷ്ടിസ്ഥിതി ഉപസംഹാരങ്ങൾ മാത്രമാണ്. ന പരതന്ത്ര. അതിനെന്ത് പ്രമാണം? കഠ ഉപനിഷത്തിലെ പ്രമാണങ്ങളുണ്ട്, കഠശ്രുതിയുണ്ട്. പരാഞ്ചികാനി വ്യതൃണ സ്വയംഭൂഹു. സ്വതന്ത്രനായ പരമാത്മാവ് സ്വയംഭൂ, സ്വതന്ത്രനായതിനാൽ ഖാനി ഇന്ദ്രിയങ്ങളെ അന്യാർത്ഥ വിഷയങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നു. വ്യതൃണത് എന്നർത്ഥം. എന്നാൽ ജീവാത്മാക്കളാകട്ടെ ഇന്ദ്രിയങ്ങൾക്ക് വശംവദരായി സംസാര ദുഃഖം അനുഭവിച്ച് കഷ്ടത അനുഭവിക്കുന്നു എന്നർത്ഥം. ഇനി വിഷ്ണുർഗോപാഹ പരമം. അടുത്തത് പത്മനാഭോ അമരപ്രഭു എന്ന ഭാഗം. അടുത്തതായിട്ട് സർവജഗത്തിന്റെയും സൃഷ്ടിക്ക് കാരണമായ പത്മത്തെ നാഭിയിൽ ധരിക്കുന്നവൻ എന്ന്. ഈ ദിവ്യനാമത്തിലാണല്ലോ നമ്മുടെ നിത്യസാന്നിധ്യം അരുളി ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ പത്മനാഭൻ, ആ ദേവതാമൂർത്തം അറിയപ്പെടുന്നതും. അങ്ങനെ സർവജഗത്തിന്റെയും സൃഷ്ടിക്ക് കാരണമായ പത്മത്തെ നാഭിയിൽ ധരിക്കുന്നവൻ പത്മനാഭൻ. നാഭീകമലം സർവജഗത് കാരണമാകുന്നതിന് എന്താ പ്രമാണം എന്ന് ചോദിച്ചാൽ വേദത്തിൽ തന്നെ ഉണ്ട്, തൈത്തിരീയ സംഹിതയിലുണ്ട്. അജസ്യ നാഭാവധ്യേകമർപ്പിതം എന്ന് തൈത്തിരീയ സംഹിതയിലെ 4ാമത്തെ കാണ്ഡത്തിൽ അത് ഈ മന്ത്രം നമുക്ക് കാണാൻ. പത്മനാഭൻ സർവലോക അധ്യക്ഷനാണ് എന്ന് കാണുന്നു. അതേപോലെ ഈ ആശയം തന്നെ വിശദീകരിക്കുന്നതായ ഋഗ്വേദ മന്ത്രങ്ങൾ. ഇതം വിസൃഷ്ടി യത ആസഭൂവ യദിവാ ദധേയദിവാന യോ അസ്യാധ്യക്ഷ പരമേഭ്യോമൻ സോ അംഗവേദ യദിവാന വേദ. അതുപോലെ തമിത് ഗർഭം പ്രഥമം ദധ്നഃ ആപോ യത്ര ദേവാ സമഗച്ഛന്ത വിശ്വേ അജസ്യ നാഭാവധ്യേകമർപ്പിതം യസ്മിൻ വിശ്വാനി ഭുവനാനി തസ്ഥു എന്ന ഋഗ്വേദ മന്ത്രങ്ങളും ഈ ആശയം തന്നെ അനുകരിച്ച് നമുക്ക് ഈ വൈഭവം പ്രകടിപ്പിച്ചു തരുന്നു. അതായത് ഈ മന്ത്രങ്ങളുടെ അർത്ഥം എപ്രകാരമാണോ സരസിൽ വിടരുന്ന താമരപ്പൂക്കൾ, അതായത് ഒരു പൊയ്കയിൽ ഒരു കുളത്തിൽ വിടരുന്ന താമരപ്പൂക്കൾ എങ്ങനെയാണോ കാണുന്നവരുടെ മനസ്സിൽ ആഹ്ലാദം ജനിപ്പിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിൽ അനുദിനം ഉണ്ടായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ലോകാന്തരങ്ങളെല്ലാം അവയെല്ലാം പ്രകാശിക്കുന്നുവോ അവയെ സൃഷ്ടിച്ച് ആഹ്ലാദപൂർണമാക്കുന്നവൻ അവൻ. അതാണ് അജസ്യനാഭാവദ്യേകമർപ്പിത എന്ന മന്ത്രാംശം കൊണ്ട് വർണ്ണിക്കുന്നത്. ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ എന്ന് ആ മന്ത്രത്തിന്
അനുഗുണമായ മറ്റു മന്ത്രങ്ങളും നമുക്കിവിടെ ഈ നാമവ്യാഖ്യാനത്തിൽ സ്മരിക്കേണ്ടതാണ്. അടുത്തതായി ഇവിടെ സമയപരിമിതിക്കുള്ളിൽ ഞാനിത് തീർക്കാം. വേദഃ എന്നതാണ്. വേദോ വേദവിദഭ്യങ്കോ വേദാംഗോ വേദവിത് കവിഹി ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃതഃ എന്ന ശ്ലോകത്തിൽ വരുന്നതായ വേദഃ എന്ന ആ നാമം വിദ് ജ്ഞാനേ എന്ന അർത്ഥത്തിൽ വേദം, അതായത് വിദ് അറിവ് എന്ന അർത്ഥത്തിൽ, വിദ് സത്തായാം എന്ന അർത്ഥത്തിൽ, വിദ് എന്ന് പറഞ്ഞാൽ ഉണ്മ, ഇരിപ്പിടം, ഉള്ളത് എന്ന അർത്ഥത്തിൽ, എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, വിദ് സത്തായാം എന്ന അർത്ഥത്തിൽ വേദഃ, വിദ് ലാഭേ എന്ന അർത്ഥത്തിൽ വേദഃ, വിദ് വിചാരണേ എന്ന അർത്ഥത്തിൽ വേദഃ. ഈ അർത്ഥങ്ങളെല്ലാം വ്യാകരണ നിയമം അനുസരിച്ച് വേദശബ്ദം നമുക്ക് നിഷ്പന്നം ചെയ്യാം, നമുക്ക് വേദശബ്ദം വ്യുത്പാദിപ്പിക്കാം. യാതൊരുത്തനാണോ, യാതൊരു തത്വമാണോ എവിടെയും എപ്പോഴും കാണപ്പെടുന്നത്, എല്ലാം അറിയപ്പെടുന്നത്, ആ തത്വം വേദ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ വിവരിക്കുമ്പോൾ വേദ എന്ന പദത്തിന്റെ ധാത്വർത്ഥം തന്നെ വേദമാണെന്ന് നമുക്ക് സ്വീകരിക്കാം. ഇതിന് പ്രമാണം യോ യസ്യാധ്യക്ഷ പരമേഭ്യോ മന് സോ അംഗവേദ യതിവാനവേദ എന്ന് ഋഗ്വേദം, വേദോസി എന്ന് യജുർവേദം ഭഗവാനെ സ്തുതിക്കുന്നു. സർവജ്ഞാനമയൻ ആയതിനാലും വേദരൂപനായതിനാലും ശ്രുതി എന്നറിയപ്പെടുന്ന വേദം സർവജ്ഞാന ആകരമാണ്. ഭഗവാന്റെ നിശ്വാസമാണ് വേദം. പരബ്രഹ്മത്തിൽ നിന്നും പ്രകടമായതും പ്രകാശിക്കപ്പെട്ടതുമായതിനാൽ വേദജ്ഞാനവും വേദം നൽകുന്ന ജ്ഞാനവും സനാതനമാണ്. ഋഗ് യജു സാമ അഥർവ ലക്ഷണമായ വിഭാഗങ്ങളോട് കൂടിയതായ ഈ വേദം ശ്രീ പരമേശ്വരനെ പോലെ, ശ്രീ പരമേശ്വരൻ ശ്രീ മഹാവിഷ്ണു നിത്യവും നാശരഹിതവും ആദ്യന്തരഹിതവുമാണ്. അതിന് പ്രമാണം യജ്ഞേന വാചഃ പദം ഈ യമായൻ താം അന്വവിന്ദൻ വൃഷീഷു പ്രവിഷ്ടാം എന്ന് ഋഗ്വേദത്തിലെ മന്ത്രം ഇതിന് പ്രമാണമാണ്. ഷഡ്ഭിരംഗൈരുവേദ കുമരലഭട്ടൻ വേദവ്യാഖ്യാനം ചെയ്ത മീമാംസ ശാസ്ത്രത്തിന്റെ വാർത്തികങ്ങൾ രചിച്ച് കുമരലഭട്ടൻ പറയുന്നു, ഷഡ്ഭിരംഗൈരുവേദായ വിവിധൈരവ്യൈരപി ശാശ്വതായ നമസ്കുർമോ വേദായ ച ഭവായ ച. വേദവും സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ശ്രീ മഹാവിഷ്ണുവും ഒന്നു തന്നെയാണ്. ഷഡ്ഭിരംഗൈരുപേതായ, രണ്ടുപേർക്കും 6 അംഗങ്ങളുണ്ട്. വേദത്തിന് ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം എന്ന 6 അംഗം. ജ്ഞാനശക്തി, ബല, ഐശ്വര്യ, വീര്യ മുതലായ 6 അംഗങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ. അതേപോലെ വിവിധൈരവ്യൈരപി, അനേക അവ്യയങ്ങൾ വേദങ്ങളിൽ കാണുന്നുണ്ട്. വ്യയം എന്ന് പറഞ്ഞാൽ നാശം, അവ്യയം എന്ന് പറഞ്ഞാൽ നാശരഹിതം. അങ്ങനെ അവ്യയം എന്ന ആ വ്യാകരണ നിബദ്ധമായ ആ പദങ്ങളോട് കൂടിയതാണ് വേദം. എങ്കിൽ ഭഗവാൻ അവ്യയനാണ്, വ്യയമില്ലാത്തവനാണ്, നാശരഹിതനാണ് എന്ന്. ശാശ്വതായ, രണ്ടും ശാശ്വതമാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ നിശ്വാസമാണ് വേദമെന്ന് ഉപനിഷത്തുകൾ തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെ വേദരൂപനായ ഭഗവാൻ വേദങ്ങളായി സ്വയം അഭിവക്തനാകുന്നു എന്ന് പ്രമാണം. തസ്മാത് സർവഹുതഃ ഋജസ്സാമാനി ജജ്ഞിരേ ഛന്ദാംസി ജജ്ഞിരേ തസ്മാത് യജുസ്തസ്മാത് അജായത എന്ന് പറയുന്ന പ്രസിദ്ധമായ മന്ത്രം യജുർവേദത്തിലുണ്ട്. ഇനി വേദങ്ങൾ 4 എണ്ണമാണെന്ന് ബോധിപ്പിക്കുന്നതായ ഒരു ശ്രുതി, യസ്മാദ് ഋജോ അപാതക്ഷൻ യജുർ യസ്മാദപാതക്ഷൻ സാമാന്യസ്യ ലോമാന്യ അഥർവാംഗിരസോ മുഖം സ്കംഭം തം ബ്രൂഹി കഥമസ്വിദേവ സഹ എന്ന് അഥർവവേദവും ഇവിടെ പറയുന്നു. വേദത്തിന്റെ ഇവിടെ ബ്രഹ്മത്തിന്റെ മുഖമായി അഥർവണ വേദത്തെ സ്തുതിക്കുന്നു. ബ്രഹ്മം നിത്യമായതിനാൽ ഭഗവാന്റെ നിശ്വാസമായ വേദങ്ങളും നിത്യമാകുന്നു. തസ്മൈ നൂനം അഭിദ്യവേ വാച വിരൂപനിത്യയ എന്നീ ശ്രുതികളെല്ലാം തന്നെ, വിഷ്ണോ ചോതസ്വ സുഷ്ടിത്തിം, ഈ ശ്രുതികളെല്ലാം തന്നെ വേദങ്ങളുടെ നിത്യത്വത്തെയും അവയുടെ ആ നാശരഹിതമായ അവസ്ഥയെയും സൂചിപ്പിക്കുന്നു. അടുത്തത് വേദവിത്ത്, യുഗാദികളിലൂടെ പ്രവാഹനിത്യമായി കീർത്തിക്കപ്പെടുന്നതായ വേദരൂപമായ ജഗത്തിനെ യഥാതഥമായി അറിയുന്നവൻ, ഉള്ളതുപോലെ അറിയുന്നവൻ വേദവിത്ത്, അത് വിഷ്ണു മാത്രമാണ്. വേദാംഗ, അടുത്തത് വേദവിത്ത് കവിഹി വേദാംഗ, വേദങ്ങൾ ആരെയാണോ പ്രാപിക്കുന്നത് അത് വേദാംഗൻ എന്നർത്ഥം. വേദാഹ അഗന്തി ഗച്ഛന്തി പ്രാപ്നുവന്തി യം അസൗ വേദാംഗ എന്നാണ്.
വേദങ്ങൾ ആരിലാണോ ചെന്നെത്തുന്നത് അതിന് മന്ത്രലിംഗം, അതായത് അതിനുള്ള പ്രമാണമായ മന്ത്രം അപൂർവമാണ്. ഉഷിത വാചസ്താ വദന്തി യഥായഥം വദന്തി യത്ര ഗച്ഛന്തി തദാഹുർ ബ്രാഹ്മണം എന്ന് അഥർവവേദം സ്തുതിക്കുന്നു. അപൂർവനായ പരമേശ്വരനാൽ പ്രചോദിതമായ വേദങ്ങൾ യഥാതഥം വേദാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ആ വാക്കുകൾ ആരിൽ എത്തിച്ചേരുന്നുവോ, ആരിലാണോ വിശ്രാന്തി പ്രാപിക്കുന്നത്, ആ ബ്രാഹ്മണനെ, ആ മഹത്തിനെ വിഷ്ണു എന്ന് പറയുന്നു. ഈ മന്ത്രത്തിൽ മഹത്ത് എന്നൊരു പദമുണ്ട്. തദാഹുർ ബ്രാഹ്മണം മഹത്ത് എന്ന്. മഹത്ത് എന്ന ശബ്ദം വിഷ്ണു നാമങ്ങളിൽ ഒന്നാണ്, പറയുന്നുണ്ടല്ലോ. ഇനി വേദവിത്ത്, ജ്ഞാന വിഷയമാക്കപ്പെടുന്നത് യാതൊന്നാണോ അതിനെ വേദം അതറിയുന്നവൻ, വേദങ്ങളെ വിചാരം ചെയ്യുന്നവൻ എന്നീ അർത്ഥത്തിൽ വേദവിത്ത്. വേദാൻ വിന്ദേ വിചാരേ ഇതി വേദവിത്ത് സ വിഷ്ണു. വേദാർത്ഥങ്ങളെ വിചാരണം ചെയ്യുന്നവൻ വേദവിത്ത്. അതിനും പ്രമാണം നേരത്തെ പറഞ്ഞ യജുർവേദമാണ്. യാഥാതത്യോ അർത്ഥാൻ വ്യവധാത് ശാശ്വതീഭ്യ സമാഭ്യ. പിന്നെ യജ്ഞോ യജ്ഞപതിർ യജ്വാ യജ്ഞ അംഗോ യജ്ഞവാഹന യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞി യജ്ഞഭുഗ് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം അന്നാദ ഏവച. ഇതിലെ ചില നാമങ്ങളുടെ വേദപ്രമാണത്വം നമുക്ക് പരിശോധിക്കാം. യജ്ഞം, യജ്ഞസ്വരൂപിയാണ് വിഷ്ണു. യജ്ഞോ വൈ വിഷ്ണു എന്ന് സാക്ഷാത്തായിട്ട് തന്നെ യജുർവേദം മനസ്സിലാക്കി തരുന്നു. യജ്ഞസ്വരൂപിയാണ് വിഷ്ണു. അനേകം ശ്രുതിവാക്യങ്ങൾ ഇത് ആവർത്തിച്ചു പറയുന്നുണ്ട്. യജ്ഞസ്യ കേതും പ്രഥമം പുരോഹിതം അഗ്നിം എന്ന് ഋഗ്വേദം, യജ്ഞേന വർദ്ധത ജാത വേദസം എന്ന് ഋഗ്വേദത്തിൽ, യജ്ഞ ഇന്ദ്രമാവർദ്ധയത്ത് എന്ന് വീണ്ടും ഋഗ്വേദത്തിൽ. അങ്ങനെ അടുത്തതായി യജ്ഞപതിഹി, യജ്ഞം പാതീതി യജ്ഞപതിഹി എന്നാണ്. യജ്ഞത്തെ സംരക്ഷിക്കുന്നവൻ. ദേവസ്സവിത പ്രസുവേ യജ്ഞം പ്രസുവ യജ്ഞഭക്തി ഭഗായ എന്ന് യജുർവേദം. യജ്ഞാംഗ, യജ്ഞങ്ങളുടെ അംഗമാണ്. ഈ യജ്ഞശബ്ദവുമായി അനേകം വേദമന്ത്രങ്ങൾ കാണുന്നു. വേദമന്ത്രങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ആ പദങ്ങൾ മാത്രം എടുത്തു പറയുന്നു. യജ്ഞകാമഃ, യജ്ഞകേതുഃ, യജ്ഞനീഹി, യജ്ഞപതിഃ, യജ്ഞപ്രിയഃ, യജ്ഞബന്ധുഃ, യജ്ഞമന്വ, യജ്ഞവനസം, യജ്ഞവാഹനം, യജ്ഞവൃദ്ധം, യജ്ഞശ്രിയം, യജ്ഞസംസിതഃ, യജ്ഞസാധനഃ, യജ്ഞഹോത മുതലായ അനേകം പദങ്ങൾ യജ്ഞവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഈ വേദമന്ത്രങ്ങളിലാൽ നമുക്ക് ഈ യജ്ഞശബ്ദത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും കഴിയും. ഞാൻ ഉപസംഹരിക്കുകയാണ്, സമയക്ലിപ്തത പാലിക്കേണ്ടത് കൊണ്ട്. ഇതീദം കീർത്തനം യസ്യ കേശവസ്യ മഹാത്മനഃ നാംനാം സഹസ്രം ദിവ്യാനാം അശേഷേണ പ്രകീർത്തിതം യൈദം ശൃണുയാൻ നിത്യം യശ്ചാപി പരികീർത്തിയേത് നാശുഭം പ്രാപ്നുയാത് കിഞ്ചിത് സോ അമുത്ര ഇഹ ച മാനവഃ. ഈ ലോകത്തിലും പരലോകത്തിലും ഈ യജ്ഞം, ഈ നാമയജ്ഞം ചൊല്ലുന്നവൻ, ഭക്തി ആദരപൂർവം ജപിക്കുന്നവൻ ഒരു തരത്തിലും ദുഃഖം വരുന്നതല്ല. അവസാനം സാക്ഷാത് മോക്ഷമെന്ന വിഷ്ണുപദത്തെ തന്നെ പ്രാപിക്കുന്നു എന്ന് ഈ ഉപസംഹാരത്തോടു കൂടി ഇതിന് സമയം അനുവദിച്ചു തന്ന ഇതിന്റെ സംഘാടക സമിതിക്കും അതുപോലെ മറ്റ് അംഗങ്ങൾക്കും എല്ലാവർക്കും തന്നെ, പ്രത്യേകിച്ചും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തന്ത്രി മുഖ്യരായ എനിക്ക് വളരെയധികം ബഹുമാനവും സ്നേഹവും അല്പം സ്വാതന്ത്ര്യവുമുള്ള തന്ത്രി മുഖ്യന്മാരോടും അതുപോലെ ഇവിടുത്തെ ഉപദേശക സമിതിയോടും അധികാരികളോടുമെല്ലാം എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. വളരെ ചുരുങ്ങിയ സമയമാണ് സാറിന് കിട്ടിയത്. എന്തായാലും വിശദമായി കേൾക്കേണ്ടതായിരുന്നു. നമുക്ക് ഇനിയും ഇതുപോലെ നേരിട്ടും സാറ് മുറജപകാലത്തും സാർ ഇവിടെ ഉണ്ടാകും. തന്ത്രി അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് നമ്മുടെ വിഷ്ണു സഹസ്രനാമത്തിന്റെ വിഷയങ്ങളെ കൂടുതലായിട്ട് നമുക്ക് അടുത്തറിയാനായിട്ട് ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തണം. സാറിന്റെ ആ മുറജപകാലത്തെ നമ്മുടെ ഇവിടെ നേരിട്ടുള്ള സമയങ്ങള് നമുക്ക് ഇതിനു വേണ്ടി കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്തായാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാറ് 40 മിനിറ്റ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സാറ് കൃത്യമായിട്ട് അത് വളരെ കണിശതയോടുകൂടി സാറ് നിർത്തുകയുണ്ടായി. അപ്പോഴേ ഇതില് സാർ വളരെ നമ്മുടെ
വേദാന്ത സാര സംഗ്രഹമായ ഭഗവത്ഗീതയില് വേദൈശ്യ സർവേ രഹമേവ വേദ്യോ എന്നുള്ള ആ ഭഗവാന്റെ ഏതാണോ വേദത്താലും വേദാന്തത്താലും അറിയപ്പെടേണ്ടത് എന്നെ തന്നെയാണെന്ന് ഭഗവാൻ ഉദ്ഘോഷിച്ചതിനെ ഉദ്ധരിച്ചുകൊണ്ട് സാർ ആരംഭിച്ച് വളരെ പെട്ടെന്ന് ഒന്ന് നിർത്തിയതുപോലെ ആയിപ്പോയി. കാരണം വെച്ചാൽ ഇനിയും ഉണ്ട് സാറിന് പറയാനെന്നുള്ളത് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്തായാലും അതിനുള്ളൊരു അവസരം ഭഗവാൻ നമുക്ക് ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മളോടൊപ്പം ഒത്തുചേർന്ന് ഇങ്ങനെ ഇത്രയും അറിവ് നമുക്ക് വേണ്ടി പങ്കുവച്ചതിന് അറിയാമല്ലോ. നമസ്കാരം. നമ്മുടെ അടുത്ത വിഷയം വേദാന്തവും സഹസ്രനാമവും എന്നുള്ള വിഷയമാണ്. അത് നമ്മുടെ കാലടി ശങ്കര കോളേജിൽ തന്നെ പ്രൊഫസറായിരുന്ന ഉഷാദേവി ടീച്ചറാണ്. ടീച്ചറ് പന്മനയിലാണ് ടീച്ചറുടെ ജനനം. ഏറെക്കാലമായിട്ട് കാലടിയിലാണ് കോളേജിലെ ഔദ്യോഗികമായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ താമസം കാലടിയിൽ തന്നെയാണ്. വളരെയധികം അക്കാദമിക തലത്തിൽ വളരെ വലിയ കാര്യങ്ങൾ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. UGCയുടെ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് അവാർഡിന് പല തലത്തിൽ ടീച്ചർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നാഷണൽ റിസർച്ച് ജേണൽ സദ്വിദ്യ എന്ന് പറയുന്നതിന്റെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ICPR പോലെയുള്ള ജേണലുകളിലും പല സെമിനാറുകളിലും ടീച്ചറുടേതായിട്ടുള്ള ലേഖനങ്ങളും പ്രബന്ധങ്ങളും എല്ലാം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആർഷവിദ്യാ പ്രതിഷ്ഠാനത്തിന്റെ നേതൃത്വത്തിൽ ആദി ശങ്കരാചാര്യ സ്വാമികളുടെയും സമ്പൂർണ്ണ കൃതികളും മലയാളത്തിൽ പ്രകാശിതമാകുന്നതിന്റെ പല കൃതികളും ടീച്ചറുടെ നേതൃത്വത്തിലാണ് വ്യാഖ്യാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ടീച്ചറെ ഇന്നത്തെ നമ്മുടെ സഹസ്രനാമവും വേദാന്തവും എന്നുള്ള വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംവദിക്കാനായിട്ട് ക്ഷണിച്ചു. നമസ്കാരം ടീച്ചർ. നമസ്തേ. ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർഗസ്ഥിതി പ്രളയഹേതുമചിന്യശക്തിം വിശ്വേശ്വരം വിദിതവിശ്വമനന്തമൂർത്തിം നിർമുക്തബന്ധനമപാരസുഖാംബുരാശിം ശ്രീവല്ലഭം വിമലബോധഘനം നമാമി. വക്താരമാസാദ്യയമേവ നിത്യ സരസ്വതി സ്വാർത്ഥസമന്വിതാഭൂത് നിരസ്തദുസ്തർക്കകളങ്കപങ്ക നമാമിതം ശങ്കരമർച്ചിതാഘ്രിം. ഇന്നത്തെ ഈ വളരെ ഗഹനമായ വിഷയാവതരണത്തിനായി എന്നെ ക്ഷണിച്ച ശ്രീ അജയകുമാർ അവർകളെയും ഭക്തമണ്ഡലിയുടെ എല്ലാ പ്രവർത്തകരെയും കൃതജ്ഞതാപൂർവം സ്മരിക്കുന്നു. അതോടൊപ്പം ഈ വിഷയത്തിൻ്റെ അപാരത കൊണ്ട് അതെവിടെയും നിൽക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ ഹ്രസ്വമായിട്ടെങ്കിലും ഇതേ സംബന്ധിക്കുന്നതായ വസ്തുതകൾ കുറച്ചെങ്കിലും നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദാന്തം എന്ന ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പിൻവലിയുവാൻ തോന്നലുണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ വേദാന്തം നമ്മളിൽ എല്ലാവരിലും എപ്രകാരം ചേർന്നിരിക്കുന്നു, ഉറച്ചിരിക്കുന്നു എന്ന വസ്തുത അധികം പേരും അറിയുന്നില്ല. അതിനായി ഒരു ചെറിയ ആമുഖം പറഞ്ഞതിന് ശേഷം വിഷയത്തിലേക്ക് വരാം എന്ന് കരുതുന്നു.
ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ അനുഭവിച്ചുകൊണ്ട് അവയിൽ നിന്ന് ഉളവാകുന്ന ആനന്ദത്തെ ജീവിതത്തിന്റെ ഒരു സമഗ്ര അനുഭവമായി ബോധ്യപ്പെട്ട് മരണം വരെ ജീവിക്കുവാനുള്ള വ്യഗ്രതയാണ് മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. അതിൽ തന്നെ അത്യുത്കൃഷ്ടമായ അനുഭവം മോക്ഷം എന്ന വിവേകജ്ഞാന പ്രകാശ അനുഭവമാണ് എന്ന് ഭാരതീയരായ ഋഷിമാർ അവരുടെ ആർഷ പാരമ്പര്യത്തിൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അതിലേക്ക് അവശ്യം സ്വീകരിക്കേണ്ട നിഷ്ഠകളാണ് ശ്രവണം, മനനം, നിധിധ്യാസനം എന്നിവ. ശാസ്ത്രത്തിന്റെ കർശനമായ അധ്യയന പദ്ധതിയിലാണ് അവ വന്നിരിക്കുന്നത്. ശാസ്ത്ര അധ്യയനം എന്നത് ഇപ്രകാരമൊക്കെ കേൾക്കുമ്പോൾ അസാധ്യമെന്ന് സാധാരണ മനുഷ്യർ കരുതും. എങ്കിലും അവർക്ക് ശാസ്ത്രത്തിന്റെ വിഷയങ്ങളിലേക്ക് ഭംഗ്യന്തരേണ ഒരു പ്രവേശം അനുവദിക്കുന്നതാണ് നമ്മളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നതായ ജപയജ്ഞവും അതുപോലെയുള്ള ഭക്തിപ്രധാനങ്ങളായ കാര്യങ്ങളും. ബാഹ്യവും ഇന്ദ്രിയ സംബന്ധിയുമായ പ്രാധാന്യമാണ് ഭക്തിക്കുള്ളത് എന്ന് കരുതിക്കൊണ്ട് അതിനെ ആ വിധത്തിൽ മാത്രം സ്വീകരിക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് ലോകത്തിൽ നാം കാണുന്നത്. എന്നാൽ അതിൽ നിന്ന് വേറിട്ട് സർവാത്മകമായ പരമതത്വത്തിന്റെ ഭാവമായി ഭഗവാനെ നമുക്ക് ചിന്തിക്കുവാനും ആ വഴിയിൽ അറിയുവാനും നടത്തുന്ന ഈ ജ്ഞാനസപര്യ സർവഥാ ആലോചനാമൃതമായി എല്ലാവർക്കും ശബ്ദം കൂട്ടിയാൽ നന്നായിരിക്കും എട്ടെ എന്ന് ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ വിഷ്ണു സഹസ്രനാമം എന്നത് മഹാഭാരതത്തിലെ അനുശാസന പർവത്തിലുള്ള ഭീഷ്മ യുധിഷ്ഠിര സംവാദത്തിലെ 149 അധ്യായമാണ്. അതിന് നേരത്തെ സുബ്രഹ്മണ്യ സാർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ആ ശ്രീശങ്കരാചാര്യർ രചിച്ച ഭാഷ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ മഹത്വവും അതിന്റെ തത്വദർശന സ്വഭാവവും വ്യക്തമാകുന്നു. പൂർവാചാര്യന്മാരിൽ നിന്നും അനുഗ്രഹവർഷമായി സിദ്ധിച്ച ആ വിജ്ഞാന പ്രകാശത്തെ എക്കാലത്തേക്കും മനുഷ്യോപയോഗിയായ നിധിയായി നമുക്ക് സമ്മാനിച്ച ആചാര്യവര്യന്റെ പാദങ്ങളിൽ പ്രണാമകുസുമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വിനീതമായ അവതരണം ആരംഭിക്കുന്നു. വിശ്വം എന്ന ആദ്യത്തെ നാമം തന്നെ ഭഗവാന്റെ ബ്രഹ്മസ്വരൂപത്തെയാണ് അനാവരണം ചെയ്യുന്നത്. മുണ്ടകോപനിഷത്തിലും മറ്റു പല ഉപനിഷത്തുകളിലും തൈത്തിരീയത്തിലും മറ്റും നമുക്ക് കാണുന്നത് പോലെ ബ്രഹ്മൈവേദം വിശ്വമിതം വരിഷ്ഠം തത്സൃഷ്ട തദേവ അനുപ്രാവിശത് എന്നുമൊക്കെയുള്ളതായ ശ്രുതി പ്രകാരം ഈ കാണപ്പെടുന്ന പ്രപഞ്ചമാകെയും ബ്രഹ്മമാണ്. ആ ബ്രഹ്മതത്വത്തെ ഭഗവാന്റെ രൂപത്തിൽ നമ്മൾ കാണുകയും ഭഗവാന്റെ ആ ആന്തരതത്വമായി നാം അറിയുകയും ചെയ്യണം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നതായ വേദാന്ത തത്വം. അതുപോലെ സദൈകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ എന്ന് അതിനു മുൻപ് തന്നെ പറഞ്ഞിരിക്കുന്നിടത്തും ശ്രുതി, അനുഭവം എന്നീ പ്രമാണങ്ങളാൽ ബുദ്ധിഗുഹയിൽ സാക്ഷാത്കരിക്കുവാനാവുന്ന ദിവ്യസ്വരൂപനായ പരമാത്മാവിനെ തന്നെയാണ് എല്ലാ വേദാന്തികളും, അതായത് വിശിഷ്ടാദ്വൈതികളായാലും ദ്വൈതികളായാലും എല്ലാവരും തന്നെ, അദ്വൈതം മാത്രമല്ല എല്ലാവരും അംഗീകരിക്കുന്നത് ആ വിധത്തിലുള്ള ഒരു പരമാത്മ തത്വത്തെ തന്നെയാണ്. ആചാര്യന്മാർ നമുക്ക് ഈ പരമാത്മ തത്വത്തെ ഈ വിധത്തിലൊക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ളതായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായ ജീവിതമാണെന്നതിനാൽ കാഴ്ചയിൽ വരുന്ന കാണപ്പെടുന്നതായ തത്വത്തിൽ നിന്നും അപ്പുറം, അല്ലെങ്കിൽ കാണപ്പെടുന്ന രൂപത്തിൽ നിന്നും അകന്ന ഒരു രൂപത്തെ, അതായത് തൻ്റെ സ്വന്തം സ്വരൂപമായി ബോധ്യപ്പെടുക എന്നത്
സാധ്യമാകുന്നില്ല എന്നതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു ദുർഗതി. അതിലേക്ക് നാം നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിൽ അവയിൽ നിന്നെല്ലാം നിർമുക്തമാകുന്ന തരത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വാക്കുകളെയും കൊണ്ടുവരുവാനാണ് ശ്രമിക്കേണ്ടത്. പ്രളയ സമയത്ത് എല്ലാ ഭൂതങ്ങളും തന്നിലേക്ക് പ്രവേശിക്കുന്നു എന്ന അർത്ഥത്തിലും വിശ്വം എന്ന പദം വേദാന്താനുസാരമായി തന്നെ ഭഗവാനിൽ നമുക്ക് യോജിപ്പിക്കാവുന്നതാണ്. അതുപോലെ വിഷ്ണു വ്യാപ്തവും എന്ന ധാതുവിൽ നിന്നും വ്യാപനാർത്ഥത്തിലുള്ളതായ പദമായി വിഷ്ണു എന്നത് വ്യാകരണ നിയമങ്ങൾ അനുസരിച്ച് രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അവിടെയാണെങ്കിലും എല്ലായിടവും വ്യാപിച്ചതായ ആത്മതത്വത്തെ പറയുന്നതായ സിദ്ധാന്തം അദ്വൈതത്തിൽ മാത്രമാണ്. എല്ലായിടത്തുമുള്ള ഏകരൂപത എന്നത് ഒരിക്കലും അംഗീകരിക്കപ്പെടുന്നില്ല. എല്ലായിടത്തും ഒരേ രൂപത്തിൽ തന്നെ എങ്ങനെയാകും? കാരണം നമ്മുടെ മുൻപിൽ കാണുന്ന പ്രപഞ്ചം എന്നത് നാനാത്വ ഗർഭിതമാണ്. അവിടെ എവിടെ നോക്കിയാലും നാനാത്വം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരിടത്ത് എല്ലായിടത്തും ഏകരൂപമായിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു തത്വം എങ്ങനെ ഉണ്ടാകും എന്ന് ഒരു ചോദ്യമായി തന്നെ സാധാരണക്കാരിലേക്ക് വരുമ്പോൾ അവർ അവിടെ ഉത്തരം മുട്ടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ സദൈക രൂപം എല്ലായ്പ്പോഴും ഒരേ രൂപത്തിലുള്ളത് എന്ന ആ ഒരവസ്ഥ അദ്വൈതത്തിൻ്റെതാകുന്ന ആ ബുദ്ധി പരിഭാഗത്തിന്റെ പരമകൊടിയിൽ മാത്രം അറിയുവാൻ കഴിയുന്ന അവസ്ഥയാണ്. അതിലേക്ക് നമ്മളെല്ലാവരും വരണം. കാരണം മനുഷ്യൻ്റെതാകുന്ന ശാരീരിക ഘടനയോട് കൂടിയ ഏതൊരു വ്യക്തിയും ആ ഒരു ബൗദ്ധികമായ ആരോഹണത്തിന് സമർത്ഥനാണ് അല്ലെങ്കിൽ സമർത്ഥയാണ് എന്ന വാസ്തവം, ആ ഒരു തത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നാം അതിലേക്ക് വരികയാണ് വേണ്ടത് എന്ന് എല്ലാ ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റു പലരുടെയും നിക്ഷിപ്ത താല്പര്യങ്ങൾ കൊണ്ടും അജ്ഞത കൊണ്ടും അവയൊക്കെ മറഞ്ഞിരിക്കുകയും വസ്തുതകൾ കാലത്തിന്റെ മുൻപിൽ കാണപ്പെടാതെ അപ്രത്യക്ഷങ്ങളായി ഇരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതിൽ നിന്നെല്ലാം ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഇതുപോലെയുള്ള ഭക്തമണ്ഡലിയുടെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടും ആളുകളെ അതിലേക്ക് കൊണ്ടുവരുവാനും ആ ബൗദ്ധിക പരിഭാഗം എല്ലാവരിലേക്കും ഉണ്ടാകുവാനും അവസരം ഭഗവാനായി തന്നെ നമുക്കുണ്ടാക്കി തരുന്നതാണ് എന്ന് വിശ്വസിക്കാം. അതുപോലെ ഭൂതകൃത് ഭൂതഭൃത് എന്നൊക്കെ പറയുന്നിടത്തും ഭൂതത്തെ ചെയ്യുന്നത് എല്ലാ ഭൂതങ്ങളെയും, ഭൂതം എന്നതിന് പഞ്ചഭൂതങ്ങൾ എന്ന് മാത്രമല്ല ജീവജാലങ്ങൾ എന്നും അർത്ഥമുണ്ട്. പഞ്ചഭൂതങ്ങളെയും പഞ്ചഭൂതങ്ങളുടേതാകുന്ന ഭാഗങ്ങളോട് കൂടിയ ശരീരേന്ദ്രിയ സംഘാതത്തോട് കൂടിയവരായ ജീവജാലങ്ങളെയും എല്ലാം, അതായത് വിഭിന്നരായി സ്വയം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്നതായ ജീവജാലങ്ങളെ എല്ലാം സൃഷ്ടിച്ചത് ഒരേ ഒരു ആത്മാവ് തന്നെയാണ്. ആ ഒരേ ആത്മാവിനെ തന്നെയാണ് നമ്മൾ മഹാവിഷ്ണുവായി ശ്രീപത്മനാഭനായി കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഭൂതകൃത് എന്ന് പറയുന്നത് ഭൂതത്തെ ചെയ്യുന്നവൻ എന്ന് മാത്രമല്ല, പ്രളയകാലത്തിൽ ഭൂതങ്ങളെയെല്ലാം സംഹരിക്കുന്നവൻ എന്നൊരർത്ഥവും കൂടി ശ്രീ ശങ്കരാചാര്യർ തന്റെ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭൂതാനി ബിഭർത്തി പാലയതി, ഭൂതങ്ങളെല്ലാം ഭരിക്കുന്നവൻ, ഗോവർദ്ധനഗിരിയെ തന്റെ കയ്യിൽ ഒതുക്കിയവൻ എന്ന് പറയുന്നത് പോലെ എല്ലാ ഭൂതങ്ങളെയും, അതായത് പ്രപഞ്ചത്തെ ആകെ തന്നിൽ ധരിക്കുന്നവൻ, അവയെ പോഷിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സത്വഗുണത്തെ ആശ്രയിച്ചുകൊണ്ടുള്ളതായ സ്വരൂപത്തോടു കൂടി ഭൂതഭൃത് എന്നും ഭൂതങ്ങളുടെ എല്ലാം അന്തരാത്മാവായും ഭഗവാനെ നാം കാണേണ്ടതാണ്. പൂതാത്മ എന്ന് പറയുമ്പോൾ തന്നെ പൂതം എന്നാൽ പരിശുദ്ധമായ സ്വരൂപത്തോട് കൂടിയത്. അതായത് ഭഗവാനെ പറ്റി നമ്മൾ കേൾക്കുന്ന കഥകൾ, അതായത് കൃഷ്ണൻ എന്ന പേരിൽ പ്രത്യേകിച്ചും നമ്മൾ കേൾക്കുന്നതായ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായി പറയുന്ന ബലരാമൻ, അതുപോലുള്ള അവതാരങ്ങളിലൊക്കെ നമ്മൾ ഓരോ വിധത്തിലുള്ള കഥകൾ കേൾക്കുന്നു. അവിടെ എല്ലാം വന്നിരിക്കുന്നതായ
ഓരോരോ ജീവിത സംബന്ധിയായിരിക്കുന്നതായ കാര്യങ്ങളെ നോക്കുമ്പോൾ അവയെല്ലാം ഭിന്നങ്ങളായും പല പ്രപഞ്ച കാര്യങ്ങളോട് ബന്ധപ്പെട്ടതായും നമുക്ക് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളതായ ബന്ധങ്ങളൊന്നുമില്ലാത്തതായ പരിശുദ്ധമായ, പരിശുദ്ധം എന്നതുകൊണ്ട് വേദാന്ത ശാസ്ത്രത്തിൽ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ച സംബന്ധമില്ലാത്തത് എന്ന് തന്നെയാണ്. പ്രപഞ്ചവുമായി യാതൊരു ബന്ധവുമില്ലാത്തത്. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം തന്നെ അവിദ്യയാണ്. ആ അവിദ്യ അടിസ്ഥാനമായി ഉണ്ടായി വന്നതായ, അവിദ്യയെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായി വന്നതായ പ്രപഞ്ചം എന്നത് ഒരിക്കലും പരിശുദ്ധമായ ഒന്നാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവിദ്യാസംബന്ധിയായ പ്രപഞ്ചത്തിൽ നിന്നും അകന്നിരിക്കുന്നതായ ഭഗവാനെ പരമാത്മതത്വമായി ഭഗവാനെ നമ്മൾ കാണേണ്ടതാണ്. അതാണ് പൂതാത്മാ, ഭൂതമായ സ്വരൂപത്തോട് കൂടിയത്. എല്ലായിടത്തും ആത്മാ എന്നാൽ സ്വരൂപം എന്ന് മാത്രമാണ് അർത്ഥം. ആത്മാഹി നാമ സ്വരൂപം എന്ന് ശ്രീശങ്കരൻ ഈക്ഷത്യധികരണത്തിന്റെ ഭാഷ്യത്തിൽ, ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യത്തിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. അത് ഏതിനോട് ചേർത്തായാലും ആത്മാ എന്നൊരു വാക്ക് വന്നാൽ അത് സ്വരൂപം എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. നമ്മളെല്ലാവരും വിചാരിക്കുന്ന ആ ആത്മതത്വം എന്നത് നമ്മൾ തന്നെയാണ് എന്ന ആ ഒരു നിഗമനത്തിലേക്കാണ് ശാസ്ത്രവും ആചാര്യന്മാരും നമ്മളെ നയിക്കുന്നത്. പരമാത്മാ, സാറ് തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ശരീര ഇന്ദ്രിയ അന്ധക്കരണ തലങ്ങളിൽ നിന്ന് വിഭിന്നനായ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവനായ പരമാത്മാ, അതാണ് ആത്മാവ്. നമ്മളിൽ ഓരോരുത്തരിലുമുള്ളതായ ആ ആത്മതത്വം നിത്യമാണ്. അതായത് നമ്മൾ ഇന്നലെ ഉണ്ടായി നാളെ മരിക്കുന്ന ഒരാളല്ല. അതുപോലെ ശുദ്ധനാണ്. എനിക്കറിയില്ല എന്നും ഞാൻ പല കാര്യങ്ങളിലും അജ്ഞനാണ് എന്നും മറ്റുമൊക്കെ ഉള്ള ചിന്താഗതികളാൽ ബോധമില്ലാത്ത രീതിയിൽ, അതായത് ജ്ഞാനം ഇല്ലാത്ത രീതിയിൽ ഇരിക്കേണ്ടവരല്ല നമ്മൾ ജ്ഞാനസ്വരൂപർ തന്നെയാണ്. അതുപോലെ തന്നെ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം. നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ നമുക്ക് ഈ പ്രപഞ്ചവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ കരുതുന്നു നമ്മൾ പല വിധത്തിലുള്ളതായ ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ മനസ്സുകൊണ്ട് ശരിയായ രീതിയിൽ തീരുമാനിക്കുന്നുവെന്നായാൽ ആ ബന്ധങ്ങളിൽ നിന്നെല്ലാം നമുക്ക് തന്നെ ഒഴിഞ്ഞു വരുവാൻ സാധിക്കും, മുക്തരാകുവാൻ സാധിക്കും. അപ്പോഴാണ് നമ്മളുടെ ആ യഥാർത്ഥ സ്വരൂപം, എല്ലാറ്റിൽ നിന്നും മുക്തമായ, ബന്ധനമുക്തമായിരിക്കുന്ന സ്വഭാവത്തെ നാം അറിയുന്നത്. മുക്താനാം പരമാഗതി, മുക്തന്മാരുടെ പരമമായ ലക്ഷ്യസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ ഉപനിഷത്തുകളിലും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ എല്ലാവിധത്തിലും ഭയമില്ലാത്തതും അതുപോലെ എല്ലാ ജ്ഞാന വിജ്ഞാന വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതുമായ, ജ്ഞാനമാത്ര സ്വരൂപമായിരിക്കുന്നതായ ആ എല്ലാറ്റിൻ്റെയും അഭയമായി വരുന്ന, ആശ്രയമായി വരുന്ന ആ തത്വത്തെ പരമാത്മാ എന്ന് ഉപനിഷത്തുകളിൽ പലയിടത്തും പ്രതിപാദിക്കുന്നുമുണ്ട്. അതുപോലെ അവ്യയ, നാശമില്ലാത്തത്. നാശമില്ലാത്തത് എന്ന് പറയുമ്പോൾ അവിനാശിതു തദ്വിദ്ധി യേന സർവമിതം തതം എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഈ കാണപ്പെടുന്നതായ പ്രപഞ്ചം എന്നത് യഥാർത്ഥത്തിൽ അവിനാശിയായിരിക്കുന്ന, വിനാശമില്ലാത്ത, നാശരഹിതമായിരിക്കുന്ന ആ പരമാത്മതത്വം തന്നെയാണ് എന്ന് പറയുന്ന അതേ ആശയത്തെയാണ് അവ്യയ എന്ന് ഭഗവാന്റെ നാമമായി ഇവിടെ പറയുന്നത്. അപ്പോൾ പരമാത്മാവും ഭഗവാനും തമ്മിൽ യാതൊരുവിധ അഭേദവും നാം കൽപ്പിക്കേണ്ടതില്ല എന്ന് അവിടെ നിന്നും വ്യക്തമാകുന്നു. അതുപോലെ തന്നെ അസ്ഥി എന്ന പദത്തിനോടൊപ്പം, അതായത് അസ്ഥി എന്നാൽ ഉണ്ട് എന്നുള്ള സംസ്കൃത പദമാണ് അസ്ഥി. അതിനോട് ചില പ്രത്യേക അക്ഷരങ്ങൾ ചേരുമ്പോൾ പുരാ പൂർവമേവ ആസീത്, പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്ന് പുരുഷപദത്തെ വിഗ്രഹിക്കാവുന്നതാണെന്ന് ശങ്കരാചാര്യർ തന്റെ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ ശ്രുതിയും പറയുന്നു പൂർവമേവ അഹമിഹ ആസം അത് പുരുഷസ്യ പുരുഷത്വം, ഞാൻ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുരുഷോത്തമഹ എന്നതിലെ ഉത്തമനായ പുരുഷനെ നാം കാണേണ്ടത്. അതായത് പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ സങ്കല്പം ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ വന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ സങ്കല്പത്തിനേക്കാളൊക്കെ മുൻപായി തന്നെ, അതായത്
എപ്പോഴെന്ന് പറയാൻ കഴിയുന്നില്ല. പ്രപഞ്ചത്തിന്റെ ഉത്പത്തിക്കും മുൻപായി തന്നെ ഉണ്ടായിരുന്നതായ തത്വമാണ്, പുരുഷനാണ്, ഉത്തമനായ പുരുഷനാണ് ഭഗവാൻ. അതുപോലെ പ്രളയകാലത്ത് ഗുരൂണി ഭുവനാനി സ്യതി അന്തം കരോതി എന്നും, അതായത് ധാരാളം ലോകങ്ങൾ ഒരുപാടുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ സയൻസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് ലോകങ്ങൾ ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നുണ്ട്. പല ഗാലക്സികളും അവയ്ക്കനുസരിച്ചുള്ളതായ പല വിധത്തിലുള്ള ലോകങ്ങളും നമുക്ക് അറിയാവുന്നവയും അറിയാൻ പാടില്ലാത്തവയും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ലോകങ്ങളെല്ലാം തന്നെ പ്രളയകാലത്തിൽ തന്നിലേക്ക് സംഹരിക്കുന്നതായ ശക്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് അദ്ദേഹത്തെ പുരുഷൻ എന്ന് പറയാം. അതുപോലെ സാക്ഷി തത്വം എന്നത് അദ്വൈത വേദാന്തത്തിൽ വളരെ പ്രമുഖമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്നാണ്. എല്ലാറ്റിൻ്റെയും സാക്ഷിയായിരിക്കുക. അതായത് അവസ്ഥകൾ പലതും ഉണ്ടാവാം. അതായത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, അതും കഴിഞ്ഞ് മൂർച്ഛ എന്നൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവാം. ഈ അവസ്ഥകളിലെല്ലാം തന്നെ ഒരുപോലെയുള്ളത് അക്ഷി, അക്ഷത്തോട് കൂടിയത്, അതായത് എല്ലാറ്റിനെയും കാണുന്നത്, എല്ലാറ്റിനെയും ദ്രഷ്ടാവായിരിക്കുന്നത് എന്നിങ്ങനെയുള്ള ആ തത്വം. അങ്ങനെയുള്ള ആ തത്വം ഭഗവാനാണ് എന്നിവിടെ പറയുമ്പോൾ, പൊതുവെ നമ്മൾ സാധാരണ ലോകത്തിൽ പറയാറുള്ളത് പോലെ തന്നെ എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിൽ ഇരിപ്പുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെയും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യത്തെ എല്ലായിടത്തും ഉള്ളതായി നമുക്ക് വ്യക്തമാകുന്നു. ഒരു ക്ഷേത്രജ്ഞൻ എന്ന് ഭഗവാനെ പറയുമ്പോൾ, ക്ഷേത്രം എന്നാൽ ശരീരമാണ്. ക്ഷേത്രം എന്ന വാക്കിന് പാടം എന്നൊക്കെയാണ് സാമാന്യമായിട്ട് അർത്ഥം പറയാവുന്നത്. അവിടേക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കൊണ്ട് വിതയ്ക്കാം. ആ വിതയ്ക്കുന്നത് എന്തോ അവിടെ നിന്ന് അത് കൊയ്തെടുക്കാൻ സാധിക്കുന്നു. അതേപോലെയുള്ള ഒരു പാടമാണ് നമ്മുടെയൊക്കെ ശരീരം. ആ ശരീരം കർമ്മങ്ങൾ ചെയ്യുവാനായ രീതിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ്. ആ ശരീരത്തെ കൊണ്ട് ഏത് വിധത്തിലുള്ള കർമ്മങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ളതായ ഫലത്തെ നമ്മൾ കൊയ്തെടുക്കുന്നു. ആ ക്ഷേത്രത്തിനെ അറിയുന്നവൻ, അതായത് ആ ക്ഷേത്രത്തെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്നതായ കർമ്മങ്ങൾ ഏത് പ്രകാരമായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ പോലും ആ തീരുമാനിക്കുന്ന അതേ നിലയിൽ വരുന്നു എന്നില്ല. പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ തീരുമാനിച്ച് പുറപ്പെട്ടാൽ തന്നെയും അത് മറ്റു പല ഘടകങ്ങളുടെയും സ്വാധീനത്താൽ പല വിധത്തിലായി മാറുന്നതായും നമുക്കറിയാം. അതുപോലെ അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും വരിക, അതുപോലെ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ ഇല്ലാതെയാവുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധാരണമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളതായ ആ ക്ഷേത്രത്തെ, അങ്ങനെ ക്ഷേത്ര വിശിഷ്ടമായിരിക്കുന്നതായ നമ്മുടെ ഒരു സ്വത്വത്തെ അറിയുന്നവൻ, കാണുന്നവൻ, അതിൻ്റെ സാക്ഷിയായിരിക്കുന്നവനാണ് പരമാത്മതത്വം എന്ന ബ്രഹ്മതത്വം. അത് തന്നെയാണ് ഭഗവാനായി ഇവിടെ, ഭഗവാന്റെ നാമധേയമായി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന്. അതുപോലെ നിധി എന്നൊരു വാക്ക്. നിധി എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്കൊക്കെ പരിശീലനം. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രളയകാലത്തിൽ എല്ലാം ഇതിലേക്ക് വന്ന് ലയിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നിധിയാവുന്നത് ഭഗവാൻ. അതുപോലെ സംഭവ എന്ന് പറയുമ്പോഴും ശരിയായ രീതിയിൽ തനിക്ക് തൻ്റെ ഇഷ്ടപ്രകാരം ജനിക്കുവാനാകുന്നു, ഉണ്ടാകുവാനാകുന്നു, രൂപമെടുക്കുവാനാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സംഭവ. അതുകൊണ്ട് തന്നെയാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നതിനെ നമുക്ക് ഇതിനോട് ചേർത്തും മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ഭർത്ത എന്ന് പറയുന്നു, ഭരിക്കുന്നവൻ തന്നെയാണ് ഭർത്താവ്. ആ അർത്ഥത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നതായ ഭർത്താവ്, പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാന തത്വമായിരിക്കുന്നതായ ആ ഭരണാധികാരിയാണ് ഭഗവാൻ. അങ്ങനെയാണ് ഭഗവാനെ നമുക്ക് കാണാവുന്നത്. കർത്താരമീശം പുരുഷം ബ്രഹ്മയോനിം എന്നൊക്കെ ശ്വേതാശ്വതര ഉപനിഷത്തിലും നമുക്ക് കാണാവുന്നതാണ്. ശംഭുഹു എന്നൊരു വാക്ക്. ശംഭുഹു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ശിവന്റെ പര്യായമായിട്ടാണ് നമുക്ക് തോന്നുക. അങ്ങനെയാണ് അമരകോശത്തിലും മറ്റും കാണുന്നത്. എന്നാൽ ഭഗവാന്റെ നാമമായിട്ട് ഇവിടെ ശംഭു എന്ന് പറയുമ്പോൾ, ശം എന്നാൽ സുഖം എന്നാണ് വാക്കിന്റെ അർത്ഥം. ആ ഒരു
അക്ഷരം മാത്രമേ ഉള്ളെങ്കിൽ അതൊരു വാക്കാണ്. ശം ഭാവയതി ഇതി ശംഭു എന്ന്. ശം എന്നാൽ സുഖം. ആ സുഖത്തെ ഭക്തന്മാർക്ക് നൽകുന്നവൻ. ഭാവയതി പ്രദദാതി, ഭക്തന്മാരിലേക്ക് ആ സുഖത്തെ നൽകുന്നവനായി ഭഗവാനെ നാം ഇവിടെ സ്മരിക്കുകയാണ്. ആദിത്യ, ആദിത്യൻ എന്നാൽ സൂര്യനാണ്. എന്നാൽ ഭഗവാൻ എങ്ങനെ ആദിത്യനാകും എന്ന ചോദ്യത്തിനും ആദിത്യ മണ്ഡലത്തിലുള്ളതായ ആ സ്വർണവർണ്ണത്തോടു കൂടിയ പുരുഷനായി, അതായത് പരമാത്മതത്വം തന്നെയായി നാം ഭഗവാനെ സ്മരിക്കുകയാണ്. അതാണ് വേദാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഃ പരസ്താത് എന്ന് ശ്വേതാശ്വതരോപനിഷത്ത് പറഞ്ഞിരിക്കുന്നു. അതുപോലെ പ്രധാനമായ ഒന്നാണ് അപ്രമേയ. കാരണം സാധാരണഗതിയിലുള്ള പദങ്ങളെ നമുക്ക് നിരുക്തി കൊണ്ട് തന്നെ അർത്ഥം ബോധ്യപ്പെടാവുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ വരുമ്പോൾ അദ്വൈതപരമായിരിക്കുന്ന ചില തത്വങ്ങളെ കൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ അതിന്റെ യഥാർത്ഥ ബോധം നമുക്ക് സിദ്ധിക്കുന്നുള്ളൂ. അപ്രമേയ, അപ്പോൾ പ്രമ എന്നാൽ യഥാർത്ഥ ജ്ഞാനം. പ്രമയ്ക്ക് ഹേതുവായി വരുന്നത് ആണ് പ്രമേയം. പ്രമയ്ക്ക് വിഷയമായി വരുന്നത് ആണ് പ്രമേയം. ആ പ്രമേയം പ്രമേയമാകണമെങ്കിൽ അവിടെ പ്രമാണം ഉണ്ടായിരിക്കണം. പ്രമാണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വസ്തുവിന് പ്രമേയമായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രമാണങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല, അവ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും വശമാവുന്നില്ല. പക്ഷേ അവയുടെ പ്രവർത്തനം അപ്രത്യക്ഷമായ രീതിയിൽ തന്നെ, അതായത് പ്രകടമല്ലാത്ത രീതിയിൽ നടക്കുമ്പോൾ മാത്രമാണ് പ്രകടമായി നമ്മൾ വസ്തുക്കളെ, പ്രമേയങ്ങളായി വരുന്ന വിഷയങ്ങളെ, വസ്തുക്കളെ അറിയുന്നത്. ലോകത്തിലുള്ളവയെല്ലാം വിഷയങ്ങളാണ്, പ്രമയ്ക്ക് വിഷയമാവുന്നവയാണ്. അതായത് പ്രമാണങ്ങളുടെ സഹായത്തോടു കൂടി യഥാർത്ഥ ജ്ഞാനം ഉണ്ടായി ആ ജ്ഞാനത്തിൽ കൂടി നാം അറിയുന്നവയാണ് ലോകത്തിലെ എല്ലാ വിഷയങ്ങളും. എന്നാൽ അങ്ങനെയല്ല ഭഗവാന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ, ഭഗവാനെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല, ആരും തന്നെ കാണുന്നില്ല. കാരണം ശബ്ദം, രൂപം, രസം, ഗന്ധം, സ്പർശം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭഗവാൻ ഇല്ല. അതുപോലെ പ്രത്യേകമായിട്ട് അതിനെ ഉൾക്കൊള്ളുവാൻ ഒരു ഹേതുവുമില്ല. ഇന്ന കാരണമുണ്ടെങ്കിൽ ഇന്ന കാര്യം ഉണ്ടാവും എന്നാണ് അനുമാനം പറയുന്നത്. ഒരു കാര്യകാരണ സംബന്ധത്തോടു കൂടി മാത്രമേ അനുമാന പ്രമാണത്തിന് പ്രവർത്തിക്കാനാവൂ. അത്തരം ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാരണം എന്നൊന്ന് ഇല്ല. അപ്പോൾ അനുമാന സാധ്യവുമാകുന്നില്ല ഭഗവാന്റെ തത്വം. അതുപോലെ അതിന് സദൃശമായി മറ്റൊന്നില്ലാത്തതിനാൽ ഉപമാനവും ഇവിടെ യോജിക്കുന്നില്ല. ആ ഉപമാന പ്രമാണത്താലും അതുപോലെ ഇരിക്കുന്നതാണ് ഭഗവാൻ എന്ന് ഏതെങ്കിലും ഒന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറയുവാനും സാധിക്കുന്നില്ല. നമ്മൾ ഒന്നും യോജിക്കാത്തെന്ന് വരുമ്പോൾ അർത്ഥാപത്തിയെ കൊണ്ടും പറയാൻ സാധിക്കുന്നില്ല. എല്ലായ്പ്പോഴും അത് ഭാവരൂപമാണെന്ന് വരുമ്പോൾ, അതായത് ഉള്ളതാണ്, സദൈക രൂപരൂപായ എന്ന് പറഞ്ഞതും എപ്പോഴും അത് സത്ത് തന്നെയാണെന്ന് പറയുമ്പോൾ അത് അഭാവവുമാവുന്നില്ല. ഇത്തരം പ്രമാണങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല ഭഗവാനെ മനസ്സിലാക്കുന്നതിലേക്ക്. അങ്ങനെയാകുമ്പോൾ പിന്നെ ശാസ്ത്രയോനിയാണ് പരമാത്മതത്വം. ആ പരമാത്മതത്വമാണ് ഭഗവാൻ എന്നെങ്ങനെ പറയാൻ സാധിക്കും എന്നാണെങ്കിൽ, ആഗമ പ്രമാണത്തെ കൊണ്ടും ഭഗവാനെ അറിയാൻ കഴിയില്ലല്ലോ എന്ന് വരുന്നുവെന്നായാൽ, അതിനാണ് മറ്റൊരു ഉത്തരമായി പറയുന്നത് ശ്രീശങ്കരൻ തന്നെ പറഞ്ഞിരിക്കുന്ന വസ്തുതയാണ്. ലൗകിക വ്യവസ്ഥകൾക്ക് എല്ലാം തന്നെ, പ്രമാണം മുതലായ എല്ലാ ലൗകിക വ്യവസ്ഥകൾക്കും സാക്ഷിയാകുന്നതിനാൽ ആരോപിക്കപ്പെട്ട തെറ്റായ ധാരണകൾ ശാസ്ത്രത്താലാണ് ഇല്ലാതെയാക്കപ്പെടുന്നത്. അതായത് ഭഗവാനിൽ ചില തെറ്റായ ധാരണകൾ, ഭഗവാനെ രൂപത്തോടു കൂടി നമ്മൾ കാണുമ്പോഴും ആ രൂപത്തോടു കൂടി മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് എന്തൊക്കെ ആരോപിക്കുന്നുവോ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഭഗവാനോട് പറയുന്നു, അതെല്ലാം കേൾക്കുന്നയാളാണ് ഭഗവാൻ, അതിനെല്ലാം അനുസരിച്ച് നമുക്ക് ഫലങ്ങൾ തരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആ തെറ്റായ ധാരണകൾ ആരോപിക്കപ്പെടുന്ന, അത് ശരിയുമാവാം തെറ്റുമാവാം, കാരണം നമ്മുടെ മനസ്സിൻ്റെതാകുന്ന ആ നിലയ്ക്കനുസരിച്ചാണ്
ആ ആപേക്ഷികമായ രീതിയിലാണ് ശരിയും തെറ്റും ഒക്കെ വരുന്നത്. ഉപാസകരെ സംബന്ധിച്ചിടത്തോളം അതാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ തെറ്റായ ധാരണകൾ ഭഗവാനിലേക്ക് ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിവർത്തിപ്പിക്കുന്ന, അതിനെല്ലാം ഇല്ലാതെയാക്കുന്നതായ ആ ഒരു കടമയാണ് ശാസ്ത്രം ചെയ്യുന്നത്. അല്ലാതെ ശാസ്ത്രം ഒന്നിനെയും പ്രത്യേകമായി ബോധിപ്പിക്കുന്നില്ല. നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്ന വേദാന്ത ശാസ്ത്രമായാലും വേദങ്ങളായാലും എല്ലാം തന്നെയും ശാസ്ത്രങ്ങളായി നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, തെറ്റായ ധാരണകൾ ഇല്ലാതെയാകുമ്പോഴാണ് മനുഷ്യൻ തന്നിൽ തന്നെയുള്ള ശരിയായ സ്വരൂപത്തെ തിരിച്ചറിയുന്നത്. ആ ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവന് യാതൊന്നും അറിയേണ്ടതായി വരുന്നില്ല എന്ന ആ ഒരു പ്രസ്താവനയാണ്, ആ ഒരു വസ്തുതയാണ്. അങ്ങനെ അപ്രമേയനായിരിക്കുന്ന ഭഗവാനെയും നമുക്ക് ഈ വേദാന്ത ശാസ്ത്ര നിർദ്ദിഷ്ടമായ അർത്ഥത്തിൽ കൂടി ബോധ്യപ്പെടാവുന്നതാണ്. അതുപോലെ ഹൃഷീകേശ, ഹൃഷീകങ്ങൾ എന്നാൽ ഇന്ദ്രിയങ്ങൾ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇന്ദ്രിയങ്ങൾ ആരുടെ വശമ്മതമായിട്ടാണോ പ്രവർത്തിക്കുന്നത്, അതായത് ആരുടെ നിയന്ത്രണത്തിലാണോ പ്രവർത്തിക്കുന്നത്, അതാണ് പരമാത്മാവ്. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതും. അതായത് നമ്മുടെ ശരീരമായാലും ഇന്ദ്രിയങ്ങളായാലും ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ച് നമുക്ക് പ്രവർത്തിക്കുവാൻ പുറപ്പെട്ടാൽ പരിപൂർണമായും അത് അങ്ങനെ ആവുകയില്ല. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ളതായ വിഭേദം അവിടെയൊക്കെ വന്നു ചേരും. അപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ നിയന്ത്രണത്തിലായില്ലല്ലോ ആ കാര്യങ്ങൾ. അപ്പോൾ അത് ആരുടെ നിയന്ത്രണത്തിലാണെന്ന് വരുന്നു? അവിടെയാണ് പരമാത്മതത്വത്തെ നമ്മൾ സങ്കല്പിക്കേണ്ടത്. നമ്മളെ എല്ലാവരെയും ഭരിക്കുന്നതായ ആ പരമാത്മതത്വത്തിന്റെ സങ്കല്പം, ആ സങ്കല്പത്തിലാണ് നാം എല്ലാവരും അനുനിമിഷം മുന്നോട്ട് പോകുന്നത്. അതുപോലെ സൂര്യചന്ദ്രന്മാരുടെ രൂപത്തിൽ ഈ ജഗത്തിനാകെ പ്രീതികരങ്ങളായ രശ്മികളെ പുറത്തേക്ക് വമിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഹൃഷീകേശൻ എന്ന വാക്കിന് അർത്ഥം പറയാവുന്നതാണ്. അവിടെ മോക്ഷധർമ്മത്തിൽ മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഹൃഷീകേശോഹം ഈശാനോ വരദോ ലോകഭാവനഃ എന്ന്. എല്ലാ കാര്യങ്ങളെയും പാലിക്കുന്നവൻ, അതായത് സംരക്ഷിക്കുന്നവനും എല്ലാറ്റിനും എല്ലാവർക്കും വരം നൽകുന്നവനുമായ ലോകത്തിന്റെ ക്ഷേമത്തിനായി നിൽക്കുന്ന തത്വമാണ് ഞാൻ. അങ്ങനെയുള്ള ഞാനാണ് ഹൃഷീകേശൻ എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുപോലെ അഗ്രാഹ്യ, അഗ്രാഹ്യ എന്നതിനോട് ചേർത്ത് പറയാവുന്ന മറ്റൊരു വാക്കാണ് അദൃശ്യ. കാരണം ഗ്രാഹ്യം, അതായത് ഗ്രഹിക്കുക, അതായത് പിടിക്കുക എന്ന വാക്കിന്റെ അർത്ഥം അത് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്നതും, ദർശിക്കുക എന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ ചെയ്യുന്നതുമാണ്. ഈ രണ്ടിന്ദ്രിയങ്ങളെ കൊണ്ടും സാധ്യമാകാത്ത, അല്ലെങ്കിൽ അറിയുവാൻ സാധിക്കാത്ത ഒരു തത്വമാണ് ഭഗവാന്റേതായി ഇവിടെ ഈ സഹസ്രനാമത്തിൽ നമുക്ക് കാണാവുന്നത്. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ വിഗ്രഹത്തിന്റെ മുൻപിൽ പോയി ശാന്തി ചെയ്യുന്നവരാണെങ്കിലും, അതായത് ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അവർ ആ വിഗ്രഹത്തെ മാത്രമാണ് തൊടുന്നത്. യഥാർത്ഥത്തിലുള്ള ഭഗവാനെ ആരും തന്നെ തൊടുന്നില്ല. അതുപോലെ നമ്മുടെ കൈകളെ കൊണ്ടായാലും മറ്റേത് ഇന്ദ്രിയങ്ങളെ കൊണ്ടായാലും, അതായത് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അതിനെ നമുക്ക് സ്പർശിക്കുവാനാവുന്നില്ല. അതേപോലെ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും അത് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെ ശുദ്ധി വരാത്തിടത്തോളമാണ് അങ്ങനെ ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ബുദ്ധിയുടെ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനെ എന്നല്ല, ലോകത്തിലെ ഏതൊരു വിഗ്രഹ രൂപത്തിലുള്ളതായ തത്വത്തെയും, ഇപ്പോൾ നമ്മൾ ആരാധിക്കുന്നവയായ ഏതിനെയും നാം തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനാകും. അതുകൊണ്ട് തന്നെയാണ് ഓരോ വിധ സങ്കല്പങ്ങളോട് കൂടിയതായ ദേവാലയങ്ങളിൽ എത്തുമ്പോഴും നമ്മുടെ ഈ കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ചും യാതൊരുവിധ രോഷമോ പശ്ചാത്താപമോ ഒന്നും തോന്നാത്ത വിധത്തിൽ തന്നെ എല്ലായിടത്തും ഒരുപോലെ ഭക്തിപൂർവ്വം കൈകൂപ്പുവാനും യാതൊരുവിധ ഭേദഭാവനകളും തോന്നാതെ ദേവി എന്ന് വിളിക്കുമ്പോഴാണേലും ദേവ എന്ന് സങ്കല്പിക്കുമ്പോഴായാലും ഒക്കെയും ഒരേ രൂപത്തിൽ അവരുടെ മുൻപിൽ സമർപ്പിതമായിരിക്കുന്ന ഒരു ഭാവത്തോടു കൂടി നമുക്ക് നിൽക്കാൻ സാധിക്കുന്നതും ആ ഒരു സംസ്കാരം കൊണ്ട് തന്നെയാണ്. അതേ സംസ്കാരത്തെ ശ്രീപത്മനാഭന്റെ
ആ ഒരു ഭാവത്തിലും നമുക്ക് കാണേണ്ടതാണ്. ആ അർത്ഥത്തിൽ നമ്മളിവിടെ അഗ്രാഹ്യ എന്നും അദൃശ്യ എന്നും പറയുമ്പോൾ അത് ഗ്രഹിക്കാൻ പറ്റാതെയും, അതായത് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് അതിന് സാധ്യമല്ല, കാരണം സ്വരൂപം അങ്ങനെയുള്ളതാണ്, അത്തരത്തിലുള്ള സ്വരൂപമാണ്. പക്ഷെ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് ഗ്രഹിക്കാനാവാത്തത്. എന്നാൽ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനാവും. ബുദ്ധിയുടേതാകുന്ന ആ ഒരു പരിഭാഗം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ തത്വത്തെ ഗ്രഹിക്കാൻ ആവുക തന്നെ എന്നാണ്. അതിന് യാതൊരു സംശയവും വേണ്ട എന്ന് ആചാര്യന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ആ പരമതത്വത്തെ, പരമാത്മാവിനെ വേദാന്ത ശാസ്ത്രത്തിൽ ബോധിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ് ഭഗവാന്റെ നാമമായും നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. മംഗളം പരം, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. മംഗളം പരം എന്നതുകൊണ്ട് ഉത്കൃഷ്ടമായ നന്മയുടെ സ്വരൂപം. അവിടെ തന്നെ അശുഭാനി വിരാചഷ്ടെ തനോതി ശുഭസന്തതി സ്മൃതിമാത്രേണ യത് പുംസാം ബ്രഹ്മ തത് മംഗളം വിദുഹു. ബ്രഹ്മത്തെയാണ് മംഗളം എന്ന് പറയുന്നത്. എല്ലാ അശുഭങ്ങളെയും നീക്കി ശുഭകാര്യങ്ങളെ മനുഷ്യരിലേക്ക് കൊണ്ടുവരുന്നതായ ബ്രഹ്മതത്വത്തെ തന്നെയാണ് മംഗളം എന്ന് പറയുന്നത്. ആ മംഗളത്തിന്റെ തന്നെ പരമമായ അവസ്ഥയായിട്ടാണ് ഭഗവാനെ നാം ഇവിടെ സങ്കല്പിക്കുന്നത്. കൃതജ്ഞ, കൃതജ്ഞൻ എന്ന് പറയുമ്പോൾ കൃതജ്ഞതയോട് കൂടിയവൻ എന്നുള്ള ഒരു സാമാന്യമായ അർത്ഥമാണ് നമുക്ക് തോന്നുക. എന്നാൽ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ കൃതം ജാനാതീതി കൃതജ്ഞ, കൃതം എന്ന് പറയുമ്പോൾ കർമ്മം എന്ന് തന്നെയുള്ളൂ. നാസ്തി അകൃതഃ കൃതേന എന്ന് മുണ്ടകോപനിഷത്തിലും പറയുന്നുണ്ട്. കൃതമായിട്ടുള്ളതിനെ അറിയുന്നത്, അതായത് കർമ്മങ്ങളെ അറിയുന്നത്. കർമ്മങ്ങളെ അറിയുമ്പോഴാണ് പുണ്യാപുണ്യങ്ങൾ ഓരോ വ്യക്തിയിലേക്കും എപ്രകാരം വരുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അത് ഭഗവാന്റെ കൈകളിലാണ് എന്നാണ് ഇവിടത്തെ സങ്കല്പം. ആത്മവാൻ, ആത്മവാൻ, ആത്മാ എന്ന് നേരത്തെയും പറഞ്ഞു. എന്നാൽ ആത്മവാൻ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രത്യയം അതിനെ കൂടി ചേരുമ്പോൾ ആത്മാവിനോട് കൂടിയവൻ എന്നുള്ളതാണ് തോന്നുന്ന അർത്ഥം. എന്നാൽ അങ്ങനെയല്ല അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മാ എന്നതിൽ തന്നെ ഉള്ളവൻ, അതായത് ഭഗവാൻ എവിടെയാണുള്ളത് എന്ന് ചോദിച്ചാൽ തന്നിൽ തന്നെയാണുള്ളത്, ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൻ. സ ഭഗവഃ കസ്മിൻ പ്രതിഷ്ഠിത ഇതി സ്വേ മഹിംനി എന്നാണ് ഉത്തരം. ഭഗവാൻ എവിടെയാണ് പ്രതിഷ്ഠിതനായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ തൻ്റെ മഹിമാവിൽ തന്നെയാണ്, മറ്റെവിടെയുമല്ല. നമുക്കൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് സ്ഥിതി ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു സ്ഥലം വേണം. എന്നാൽ ഭഗവാനെ സംബന്ധിച്ച് അതല്ല. ഭഗവാൻ തൻ്റെതായ മഹിമയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അജഹ, ജന്മം എന്ന ഭാവവികാരം ഇല്ലാത്തവൻ. ജനിക്കുന്നു എന്ന് നമുക്കൊക്കെ തോന്നുന്നതാണ്. നമ്മൾക്ക് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അത് ജനിക്കുന്നു എന്ന് തോന്നുന്നു. അതുപോലെ ആരെങ്കിലും മരിക്കുമ്പോൾ ആ ശരീരം ഇവിടെ ഇല്ലാതാകുന്നു എന്ന് തോന്നുന്നു. ഇത്തരത്തിലൊക്കെ ഉള്ളതായ ജനന മരണാദികളൊക്കെ തന്നെയും നമുക്ക് തോന്നുന്നതായ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ആത്മതത്വം എന്നത് ജനിക്കുകയോ മരിക്കുകയോ അതിനിടയിലുള്ളതായ ഭാവവികാരങ്ങൾക്ക് വിധേയമാവുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാഭാരതത്തിൽ പോലും പറഞ്ഞിരിക്കുന്നു, നഹി ജാതോ ന ജായേയ ന ജനിഷ്യേ കദാചന ക്ഷേത്രജ്ഞ സർവഭൂതാനാം തസ്മാദഹം അജസ്മൃതഃ എന്ന് ഭഗവാനെ കീർത്തിക്കുന്നതായ അജഹ എന്നുള്ള നാമം തന്നെ വ്യക്തമായി പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെയാണ് അമേയാത്മാ, അമേയമായ ആത്മാവോട് കൂടിയവൻ. അമേയ എന്നൊക്കെ നമ്മൾ കുട്ടികൾക്ക് പേരിടും. അതിന്റെ അർത്ഥത്തെ ഒന്നും മനസ്സിലാക്കിക്കൊണ്ടല്ല ആരും പേരിടുന്നത്. അമേയ, മാനത്തിന് വിധേയമാവാത്തത്, ഇത്രയ്ക്കുള്ളതാണ് എന്ന് തൻ്റെ സ്വരൂപ പരിച്ഛേദത്തെ, തൻ്റെ സ്വരൂപത്തിന്റെ ആ ഒരു പരിമിതിയെ ചെയ്യുവാനാകാത്തത്. അപ്പം എവിടെയെല്ലാമാണ് ആത്മതത്വം ഉള്ളത് എന്നാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നതായ തത്വം എന്നിങ്ങനെ ആ പരമാത്മ സ്വരൂപത്തെയാണ് ഭഗവാനിലേക്ക് അമേയാത്മാ എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുപോലെ സമഹ, സമഹ എല്ലായിടത്തും ഒരുപോലെ ഉള്ളത്, അതായത് മാറ്റമില്ലാതെ ഉള്ളത്, യാതൊരുവിധ പരിണാമമോ വികാരമോ ഇല്ലാത്തത്.
അതുപോലെ അമോഘ. അമോഘ എന്ന് പറയുമ്പോൾ തന്നെ മോഘം എന്നാൽ വൃഥ എന്ന് വാക്കിന്റെ അർത്ഥം. അവിടെ ഒരു ഭക്തിപരമായിട്ടുള്ള അർത്ഥമാണ് നമുക്ക് കൂടുതലായും തോന്നുക. അതുകൊണ്ട് തന്നെ പൂജിക്കുന്നത് കൊണ്ടോ സ്തുതിക്കുന്നത് കൊണ്ടോ സ്മരിക്കുന്നത് കൊണ്ടോ എല്ലാവിധത്തിലുള്ള നല്ല ഫലങ്ങളെയും നമുക്ക് ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. ആ അർത്ഥത്തിൽ അമോഘ എന്ന് അദ്ദേഹത്തെ പറയുന്നു. പുണ്ടരീകാക്ഷ, ഹൃദയദേശത്തിലുള്ളതായ ആ താമരയിൽ വ്യാപിച്ചിരിക്കുന്നവൻ. ഹൃദയം എന്ന ഭാഗത്തുള്ള ദഹര ആകാശം, ആ ഒരു താമരയുടേതാകുന്ന ആകൃതിയിലുള്ളതായ ആ ആകാശത്തിൽ വ്യാപിച്ചിരിക്കുന്നതായ തത്വം എന്ന നിലയ്ക്ക് യത് പുണ്ടരീകം പുരമധ്യ സംസ്ഥം എന്ന് ശ്രുതി പറയുന്ന പ്രകാരം ശരീരത്തിന്റെ മധ്യഭാഗത്തുള്ളതായ ആ ഹൃദയദേശത്തിലെ താമരയിൽ വ്യാപിച്ചിരിക്കുന്ന തത്വമായി അത് ഓരോ വ്യക്തിയിലും ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഉള്ളതായ ആ പരമാത്മതത്വമായി ഭഗവാനെ നാം ജപിക്കുകയാണ്. അതുപോലെ ഭ്രാജിഷ്ണുഹു, പ്രകാശം എന്ന ഒരേ രസത്തോടു കൂടിയവൻ. ഭ്രാജതി എന്നാൽ ശോഭതേ എന്ന് വാക്കിന്റെ അർത്ഥം. പ്രകാശം എന്ന ഒരേ സ്വരൂപത്തോട് ഒരേ രസത്തോട് കൂടിയവൻ എന്നും. അതുപോലെ മഹാതപാഹ, സൃഷ്ടിക്കപ്പെടേണ്ടത് എന്ത് എന്നതിനെ പറ്റിയുള്ളതായ വ്യക്തമായ ജ്ഞാനമുള്ളവൻ എന്നും. അതുപോലെ മനസ്സശ്ച ഇന്ദ്രിയാണാം ച ഈ ഐകാഗ്ര്യം പരമം തപഹ എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കി വയ്ക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നതായ തത്വമായി ആ തപസ്സിന്റെ സ്വരൂപമായി ഭഗവാനെ നമ്മളിവിടെ കീർത്തിക്കുന്നതും ആ ഒരു വേദാന്ത ശാസ്ത്രത്തിൻ്റെതാകുന്ന വീക്ഷണകോണിൽ കൂടി തന്നെ ആകുന്നു. അനിർദ്ദേശ്യ വപുഹു, പ്രത്യേകം ഇന്നത് എന്ന് നിർദ്ദേശിക്കുവാനാകാത്തതായ ശരീരമുള്ളവൻ. ശരീരം എന്ന് പറയുമ്പോൾ തന്നെ അത് സ്വരൂപത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദശാവതാരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പ്രത്യേകിച്ചും നരസിംഹാവതാരത്തിൽ കൃത്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് സാധാരണ കാണാത്തതായ പല വിധത്തിലുള്ളതായ സ്വരൂപങ്ങൾ എടുക്കുന്ന ഭഗവാനെയാണ്. അങ്ങനെ ഇന്ന ഇന്ന തരത്തിലുള്ളതായ അല്ലെങ്കിൽ ഇന്ന സ്വരൂപത്തോടു കൂടിയതായ ഭാവങ്ങളല്ല ഭഗവാന് നമ്മൾ കാണുന്നത്. അത് തന്നെ താത്വികമായ സ്വരൂപം എന്ന യഥാർത്ഥ സ്വരൂപത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ളതായ എല്ലാ വൈവിധ്യങ്ങളും അകന്ന് ശുദ്ധമായ ചൈതന്യത്തിന്റെ സ്വരൂപത്തിൽ ആയിത്തീരും. അങ്ങനെയുള്ള ഭഗവാനെയാണ് ആ നിർദ്ദേശ്യ വപുഹു, വപുസ്സിനെ നിർദ്ദേശിക്കുവാൻ സാധിക്കാത്തത്, സ്വരൂപത്തെ ഇന്ന രീതിയിലുള്ളതാണ് എന്ന് നിർവചിക്കുവാൻ സാധിക്കാത്തതായ ആ പരമാത്മ തത്വമായി തന്നെ ഭഗവാനെ നാം ഇവിടെ കാണുന്നു. കവിഹി, എല്ലാറ്റിനെയും കാണുന്നവൻ, എല്ലാറ്റിനെയും അറിയുന്നവൻ എന്ന് നാന്യ അതോസ്തി ദ്രഷ്ട എന്നുള്ള ശ്രുതിയെ കൊണ്ടും കവിർ മനീഷി പരിഭൂഹു എന്നൊക്കെയുള്ളതായ ഈശാവാസ്യ ഉപനിഷത്തിലെ ശ്രുതിയെ കൊണ്ടും നമുക്ക് വ്യക്തമാവുന്നതാണ്. അനിമിഷഹ, നിമിഷഹ എന്നതുകൊണ്ട് കണ്ണ് ഇങ്ങനെ അടയ്ക്കുക, നിമേഷം എന്ന് പറയുമ്പോൾ കണ്ണ് ഇമചിന്നുമ എന്നുള്ളതായ ആ ഒരു കാര്യമാണ്. അതില്ലാതിരിക്കുന്ന, കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കുന്നു എന്ന് നമ്മൾ സാധാരണ മലയാളത്തിലും പ്രയോഗിക്കാറുണ്ട്. അത്തരത്തിൽ കണ്ണിമ ചിമ്മാതെ നമ്മുടെ പ്രപഞ്ചത്തെ, നമ്മൾ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ അമിമിഷഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ നിമേഷങ്ങളൊന്നും ചെയ്യാതെ എല്ലായ്പ്പോഴും പ്രബുദ്ധനായി, അതായത് ജാഗ്രതയോടു കൂടിയവനായി, ജാഗരൂകനായി നമ്മളെയൊക്കെ സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ് അവിടെ. സ്രഗ്വി, മാലയെ ധരിക്കുന്നവൻ. സ്രക്ക് എന്നാൽ മാല. മാലയെ ധരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ തന്നെ ഭൂത തന്മാത്രകളാകുന്ന വൈജയന്തി എന്ന മാലയെ ധരിക്കുന്നവൻ, നിത്യമായി ധരിക്കുന്നവൻ. ഭൂത തന്മാത്രകളിലെല്ലാം നിറഞ്ഞു നിന്നുകൊണ്ട് പഞ്ചഭൂതങ്ങളെ സംരക്ഷിക്കുവാനും അവയെ അവയുടെ ലക്ഷ്യത്തിലേക്ക്, മോക്ഷമെന്നതായ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനും പരിശ്രമിക്കുന്നതായ ഭഗവാനെയാണ് നാം ഇവിടെ കാണുന്നത്. വിഭുഹു, ഹിരണ്യഗർഭൻ മുതലായ രൂപത്തിൽ വൈവിധ്യത്തോടു കൂടി കാണപ്പെടുന്നതും
എന്നാൽ നിത്യമായിട്ടുള്ളതുമായ. ഹിരണ്യഗർഭൻ തുടങ്ങിയതായ രൂപങ്ങളൊക്കെ വരുന്നു, കുറച്ചുനാളൊക്കെ നിൽക്കുന്നു, പിന്നെ അതില്ലാതെയാകുന്നു. പക്ഷെ ഭഗവാന്റെ രൂപം എന്നാൽ അതല്ല. ഭഗവാൻ എല്ലാ സമയത്തും കാലദേശങ്ങൾക്ക് അതീതമായി ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ സുപ്രസാദ, നല്ല പ്രസാദത്തോടു കൂടി എപ്പോഴും സ്ഥിതി ചെയ്യുന്നവൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ആരാധനാലയങ്ങളിലൊക്കെ ഉള്ള വിഗ്രഹങ്ങളിൽ ഭഗവാനെ ആയാലും ഭഗവതിയെ ആയാലും വളരെ പ്രസാദത്തോടു കൂടിയ രൂപത്തിൽ നമ്മൾ കാണുന്നത്. കാരണം ഭഗവാന് ആ ഒരു പ്രസാദ നിർഭരമായ രൂപം തന്നെയാണ് ഉള്ളത്. കാരണം അതിന് തന്നെ ഉപദ്രവിക്കുവാൻ വരുന്ന ശിശുപാലൻ മുതലായവർക്ക് പോലും മോക്ഷദാതാവായിരിക്കുന്ന ഭഗവാനെയാണ് അവിടെ സങ്കല്പിക്കുന്നത്. അതുപോലെ ശ്രുതി സാഗരഹ, ശ്രുതികളിലെല്ലാം സാഗരത്തിൽ എന്നതുപോലെ ഇവിടെ വന്നിട്ടാണ് അടങ്ങുന്നത് എന്ന അർത്ഥത്തിൽ. ഒരു സാഗരത്തിലേക്ക് എപ്രകാരം നദികളൊക്കെ വന്നു ചേരുന്നുവോ, പിന്നീട് അവ നദികൾ എന്ന പേരിന് അർഹരല്ലാത്ത രീതിയിൽ സമുദ്രമായി മാറുന്നുവോ, അതേപോലെ എല്ലാ വേദാന്ത വാക്യങ്ങളും ഭഗവാനിലാണ് വന്നു ചേരുന്നത്. അവയുടെ അർത്ഥം ഭഗവാനിൽ മാത്രമേ സമന്വിതമായ രീതിയിൽ നമുക്ക് ചേർത്ത് വയ്ക്കാനാവുന്നുള്ളൂ. നൈകരൂപ, ഭഗവാന് ഒരു രൂപം മാത്രമല്ല ഉള്ളത്, ഒരു ഔഷധം. ഔഷധം എങ്ങനെ ഭഗവാനാവും എന്ന് നമുക്ക് സംശയം തോന്നാം. നമ്മൾ കഴിക്കുന്നതാണ് ഔഷധം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നതാണ് ഔഷധം. പക്ഷെ നമ്മളിപ്പോൾ ഏതൊക്കെ ഔഷധങ്ങൾ കഴിച്ചാലും നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്ന ഒരു രോഗമാണ് സംസാരം എന്ന രോഗം. ആ സംസാരം എന്ന രോഗത്തിൽ നട്ടം തിരിയുന്നവരാണ് നമ്മൾ. ആ രോഗത്തിന്റെ ഏറ്റവും ദിവ്യമായ ഔഷധമാണ് ഭഗവാൻ. അതുപോലെ ഇഷ്ടഹ, എല്ലാവർക്കും ഇഷ്ടനാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ എന്താണ്? പരമാനന്ദ സ്വരൂപമായതുകൊണ്ടാണ് ഭഗവാൻ എല്ലാവർക്കും ഇഷ്ടരൂപനായിട്ടുള്ളത്. വാസുദേവ, വാസുദേവ എന്നുകൊണ്ട് തന്നെ വാസു എന്ന് പറയുമ്പോൾ ജഗത്തിനെ മായയാൽ മറയ്ക്കുന്നതായ തത്വമാണ് വാസു. വാസയതി ഇതി വാസു എന്നാണ്. ജഗത്തിനെ തന്റെ മായ കൊണ്ട് മറയ്ക്കുന്നതായ തത്വമാണ് വാസു. അത് തന്നെ ദേവനായിട്ട് വരുന്നതാണ് വാസുദേവൻ. അപ്പോൾ പ്രപഞ്ചത്തെ ആകെ തന്റെ മായയാൽ മറച്ചുകൊണ്ട് ഈ വൈവിധ്യങ്ങളെയൊക്കെ കാട്ടിത്തരികയും പല വിധത്തിലുള്ള അനുഭവങ്ങളിലേക്ക് നമ്മയൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു ദിവ്യ സ്വരൂപമാണ് ഭഗവാൻ. താരണ, അതോടൊപ്പം തന്നെ പറയുകയാണ് താരണ, അതായത് സംസാര സാഗരത്തിൽ നിന്നും മറുകര കടക്കുവാൻ നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന തോണിയാണ് ഭഗവാൻ. താരഹ, ഗർഭം, ജന്മം, വാർദ്ധക്യം, മരണം, ഇതൊക്കെ നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ഭയങ്ങളാണ്. ഈ ഭയങ്ങളിൽ നിന്നെല്ലാം നമ്മളെ തരണം ചെയ്യിപ്പിക്കുന്ന, നമ്മളെ രക്ഷിക്കുന്നതായ തത്വമാണ് ഭഗവാൻ. ശ്രീഗർഭ, ഏതൊരു തത്വത്തിന്റെ ഉള്ളിലാണോ പ്രപഞ്ചമാകുന്ന ശ്രീ ഗർഭീഭൂതമായിരിക്കുന്നത്, ഉള്ളിലടങ്ങിയിരിക്കുന്നത്, അതാണ് ഭഗവാൻ. ബ്രഹ്മൈവേദം അമൃതം പുരസ്താത് എന്നും മറ്റുമൊക്കെയുള്ള മുണ്ടകോപനിഷത്തിലെ ശ്രുതികളെ നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ വ്യവസായ, വ്യവസായ എന്ന വാക്ക് സാധാരണ നമ്മൾ ലോകത്തിൽ പ്രയോഗിക്കുന്നതാണ്. അപ്പോൾ ഇൻഡസ്ട്രി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് തോന്നാം. എന്നാൽ ശരിയായ രീതിയിൽ, ദാർശനികമായ രീതിയിൽ, അല്ലെങ്കിൽ ഭാഷാപരമായ രീതിയിൽ വ്യവസായം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് തന്നെയാണ് അർത്ഥം. വ്യവസായത്തിനാണെങ്കിലും ജ്ഞാനം ഉണ്ടാവണമല്ലോ, ലോകത്തിൽ നോക്കിയാലും. അപ്പോൾ വ്യവസായം എന്നാൽ ജ്ഞാനം തന്നെയാണ്. ആ ജ്ഞാനസ്വരൂപമായ ബ്രഹ്മത്തെയാണ് വ്യവസായ എന്ന് ഭഗവാനെ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത്. പിന്നെ ഒരു വാക്കാണ് പരമസ്പഷ്ട. പരമസ്പഷ്ട എന്ന് ഈ സഹസ്രനാമത്തിന്റെ ചില ജപങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. പരമസ്പഷ്ട എന്നും പറയാം, പരമസ്പഷ്ട എന്നും പറയാം. ഏറ്റവും സ്പഷ്ടമായിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും സ്പഷ്ടമായിട്ടുള്ള തത്വം ഞാൻ എന്ന് പറയുന്നത് തന്നെയാണ്. എന്നാൽ അത് ശരിക്കും സ്പഷ്ടമാണോ എന്ന് ആലോചിച്ചാൽ നമ്മൾ ഞാൻ എന്നതിനെ മറ്റ് ലോകവുമായി ബന്ധപ്പെട്ട പലതിനോടും ചേർത്ത് മനസ്സിലാക്കുമ്പോൾ അത് സ്പഷ്ടമാവുന്നില്ല. അങ്ങനെ രണ്ട് രീതിയിലും പരമസ്പഷ്ട എന്നും പരമസ്പഷ്ട എന്നും ഭഗവാനെ
ആ പരമാത്മ സ്വരൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ രാമൻ, രാമായണത്തിലുള്ള രാമനെ എല്ലാവർക്കും അറിയാം. എന്നാൽ ഭഗവാന്റെ പേരായിട്ടും കൂടി രാമനെ പറയുമ്പോൾ ഏകാഗ്രചിത്തരായവർ ഈ തത്വത്തിൽ മാത്രം രമിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. ഭഗവാന്റെ ആ ഒരു തത്വത്തിൽ, രൂപത്തിൽ മാത്രമല്ല, ഭഗവാനെ സംബന്ധിക്കുന്നതായ തത്വത്തിൽ ഏകാഗ്രചിത്തരായവർ രമിക്കുന്നു എന്ന അർത്ഥത്തിലാണ് രാമഃ. അതുപോലെ ഗഹനഃ, സ്വരൂപം, സാമർഥ്യം, പ്രവൃത്തി ഇവ ആർക്കും അറിയപ്പെടാതെയുള്ളത് എന്ന അർത്ഥത്തിൽ ഗഹനഃ, ഗഹനമായുള്ളത്, ആഴമേറിയതായ തത്വം എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം സുദർശനഃ, ശോഭനമാകുന്ന നിർമ്മാണം എന്ന ഫലം ഈ തത്വത്തിന്റെ ദർശനത്താൽ സാധ്യമാകുന്നു എന്ന അർത്ഥത്തിൽ ആദിത്യവർണം തമസഃ പരസ്താത് എന്നും മറ്റുമൊക്കെയുള്ള ശ്രുതികളെ കൊണ്ടും നമുക്ക് വ്യക്തമാകുന്നു. മഹാകോശഃ, അന്നമയാദികളായിരിക്കുന്ന വലിയ കോശങ്ങൾ, അതായത് സ്ഥൂലങ്ങളായിരിക്കുന്ന കോശങ്ങൾ ഏറ്റവും നമ്മുടെ ഉള്ളിലുള്ളതായ അന്തരാത്മാവിനെ മറയ്ക്കുന്നു എന്ന, അങ്ങനെ മറഞ്ഞിരിക്കുന്നതായ ആ തത്വം, അതാണ് ഭഗവാനെ പറയുന്ന ഒരു പദം. അതുപോലെ വിമുക്താത്മാ, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമുള്ള പരമാത്മാവ് തന്നെയാണ് ഭഗവാന്. അതുപോലെ വത്സരഃ, സാധാരണ വത്സരം എന്നാൽ വർഷം എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ്. എന്നാൽ ഇവിടെ എല്ലാം വസിക്കുന്നു എന്ന അർത്ഥത്തിലാണ് പ്രപഞ്ച ആധാരമായ തത്വമായി ഭഗവാനെ പറയുന്നത്. അതുപോലെ ജ്ഞാനഗമ്യഃ, ജ്ഞാനത്താൽ മാത്രം അറിയപ്പെടുന്നത് എന്നും, പുരാതനഃ, കാല അതീതനായതിനാൽ തന്നെ പണ്ട് മുതൽക്കേ ഉള്ളത് എന്നും, ജീവഃ, ശരീരത്തിൽ ജീവരൂപേണ സ്ഥിതി ചെയ്യുന്നവൻ എന്നും, അനന്താത്മാ, ദേശം കാലം വസ്തു എന്നീ ലൗകിക പരിമിതികൾക്ക് അതീതമായതെന്നും, പ്രമോദനഃ, എപ്പോഴും തന്റെ സ്വരൂപമാകുന്ന ഉത്കൃഷ്ടവും അളവറ്റതുമായ ആനന്ദ അമൃതരസത്തോടു കൂടിയവൻ എന്നും, ബ്രഹ്മത്തിന്റെ സ്വരൂപലക്ഷണമായി വന്നിട്ടുള്ള ആനന്ദ സ്വരൂപമായ തത്വം എന്ന രീതിയിൽ ആനന്ദഃ എന്നും, ഗോക്കളാൽ, ഗോ എന്നതിന് വാക്കുകൾ എന്നും അർത്ഥമുണ്ട്. വാക്കുകളാൽ ലഭ്യമാകുന്നത്, അതായത് വേദാന്ത വാക്യങ്ങളാൽ അറിയപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ ഗോവിന്ദൻ എന്നും, ഒരു രഹസ്യമാകുന്ന ഉപനിഷത്തുകളിൽ കൂടി, രഹസ്യം എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ ഏകാന്തത്തിലുള്ളത് എന്നുള്ളതാണ്, ഒറ്റയ്ക്കുള്ളതായ അവസ്ഥയിൽ സംഭവിക്കുന്നത്, അതാണ് രഹസ്യം. അങ്ങനെ രഹസ്യമായിട്ടുള്ളവയാണ് ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തുകളിൽ കൂടി മാത്രം അറിയുവാനാകുന്നതാണ് ഗുഹ്യമായ തത്വം. അതുകൊണ്ടാണ് ഗുഹ്യഹ എന്നും ഭഗവാനെ പറയുന്നത്. അതുപോലെ ഭഗവാനെ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും, ഭഗങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ ശ്രിയഃ ജ്ഞാന വിജ്ഞാനയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതി ഇങ്ങന എന്നിങ്ങനെ ഭഗങ്ങൾ 6 വിധത്തിലാണുള്ളത്. അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെയും സ്ഥിതിയെയും വരവിനെയും പ്രളയത്തെയും എല്ലാം, അതുപോലെ വിദ്യയെയും അവിദ്യയെയും എല്ലാം അറിയുന്നവനെയും ഭഗവാൻ എന്ന് പറയും. അതുപോലെ നിർമ്മാണം എന്ന് ഭഗവാനെ പറയുന്നു, എല്ലാ ദുഃഖങ്ങളും ശമിച്ച് പരമാനന്ദ സ്വരൂപം. ഭിഷക് എന്നാൽ ഡോക്ടർ, അതായത് വൈദ്യൻ. ആ സംസാര രോഗത്തിനെ ചികിത്സിച്ചു മാറ്റുന്ന വൈദ്യനാണ് ഭഗവാൻ. അതുപോലെ ശാന്തഃ, വിഷയസുഖത്തോട് ബന്ധപ്പെടാതെ ഉള്ളതായ യഥാർത്ഥമായ സുഖം. പ്രപഞ്ച ഉപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ എന്ന് മാണ്ഡൂക്യ ഉപനിഷത്ത് പറയുന്നു. നിഷ്കലം നിഷ്ക്രിയം ശാന്തം എന്ന് ശ്വേതാശ്വതര ഉപനിഷത്ത് പറയുന്നു. സമ്പൂർണമായ അവിദ്യാ നിവൃത്തിയെ അർത്ഥമാക്കുന്ന ശാന്തി എന്ന പദവും ഭഗവാനെ പറ്റി തന്നെ പറയുന്നു. അതുപോലെ സ്വഭാവത്തിൽ തന്നെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ സ്വഭാവമായിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ നമ്മൾ നിവൃത്താത്മാ എന്നും പറയുന്നു. അതുപോലെ ശ്രേയഃ, ഒരിക്കലും നശിക്കാത്തതായ സുഖസ്വരൂപമായതുകൊണ്ടാണ് ഭഗവാനെ ആ വാക്കുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ശതാനന്ദഃ, ഒരേ പരമാനന്ദം ഓരോ ഉപാധിയോടും ബന്ധപ്പെട്ട് 100 വിധത്തിൽ ഭിന്നങ്ങളായി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർവഭൂത അന്തരാത്മാ ഏകം രൂപം ബഹുധാ യഹ കരോതി എന്ന്
ഒരേ രൂപത്തെ തന്നെ പലതായി. അത് ആനന്ദം എന്നത് തന്നെ നമുക്ക് ഓരോരോ വിഷയങ്ങളോട് ബന്ധപ്പെട്ടും ഓരോ വിധത്തിൽ അറിയുന്നത് പോലെ തന്നെ ആ ആനന്ദങ്ങളുടെ എല്ലാം ഏകരൂപമായി 100 ആനന്ദങ്ങൾ ഏകരൂപമായി വന്നാലത്തെ അവസ്ഥയാണ് ഭഗവാൻ. അതുപോലെ നന്ദി എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നതായ ആ നന്ദി അല്ല, പരമാനന്ദ സ്വരൂപനായ ഭഗവാനെയാണ് ഇവിടെ നന്ദി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അവിദ്യ എന്ന കാരണത്തോടു കൂടി തന്നെ ഈ സംസാരത്തെ ഹരിക്കുന്നവനാണ് ഹരി, സംഹരിക്കുന്നവനെയാണ് ഹരി എന്ന് പറയുന്നത്. അതുപോലെ സൂര്യൻ മുതലായവയിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളെയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിരിക്കുന്ന ശക്തികളെയും കേശങ്ങൾ എന്ന് പറയാം. ആ കേശങ്ങളെ തൻ്റേതാക്കി വെക്കുന്നവൻ കേശവഹ, അത് തൻ്റേതാക്കുന്നവനെയാണ് കേശവൻ എന്ന് പറയുന്നത്. അതുപോലെ ദ്യുലോകം ഭൂമി, അതായത് സ്വർഗം ഭൂമി എന്നിവയിൽ വ്യാപിച്ച അനൽപമായ കാന്തിയുള്ളവനാണ് വിഷ്ണു എന്നറിയപ്പെടുന്നത്. ബ്രഹ്മാവിന്റെ രൂപത്തിൽ എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നത് കൊണ്ട് ബ്രഹ്മാവ് എന്നും, ബൃഹത്തായതിനാലും സൂക്ഷ്മമായ കാരണഭാവത്തിലുള്ളതിനാലും സത്യം, ജ്ഞാനം, ആനന്ദം, ചൈതന്യം എന്നീ സ്വരൂപമുള്ള ബ്രഹ്മമായും, ബ്രഹ്മ എന്ന പദം കൊണ്ടും ഭഗവാനെ ഇവിടെ സ്മരിക്കുന്നു. തന്റെ സ്വരൂപമാകുന്ന അമൃതരസത്തെ എപ്പോഴും ആസ്വദിക്കുന്നതായ തത്വമായി ദൃപ്ത എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നു. അതുപോലെ കിം, എല്ലാ പുരുഷാർത്ഥങ്ങളുടെയും സ്വരൂപമായതെന്നും, കഹ, സുഖരൂപമായത് എന്നും, ഒരു ഏകപാദ്, ഒരു പാദം മാത്രമായത്, പാദോസ്യ വിശ്വാഭൂതാനി വിഷ്ടഭ്യ അഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത് എന്നിങ്ങനെ ഒരേ ഒരു പാദം കൊണ്ട് മാത്രം ഈ പ്രപഞ്ചത്തെ മുഴുവൻ അളന്നവൻ അല്ലെങ്കിൽ ആ രീതിയിൽ വ്യാപിച്ചിരിക്കുന്നവൻ എന്ന തത്വമായും ഭഗവാനെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ സമാവർത്ത, സംസാര ചക്രത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനെന്നും, ലോകങ്ങളുടെ എല്ലാം സാരത്തെ, അതായത് പൂക്കളുടെ സാരത്തെ, അതായത് തേനെ മണ്ട് എന്നതുപോലെ സ്വീകരിക്കുന്നവനും ആയതുകൊണ്ട് ലോകസാരംഗഹ എന്ന് പറയുന്നു. ചരാചര രൂപത്തിൽ കാണപ്പെടുന്ന മൂർത്തി അല്ലാത്തത് കൊണ്ട് അമൂർത്തിയായും, ഗുണങ്ങളൊന്നുമില്ലാതിരിക്കുന്നതിനാൽ നിർഗുണമായും, ആശ്ചര്യ സ്വരൂപത്തോടു കൂടിയത് കൊണ്ട് അദ്ഭുതനായും, ശബ്ദത്തെ അതിക്രമിച്ചവൻ എന്ന അർത്ഥത്തിൽ ശബ്ദാധികനായും, വേദാന്തവാക്യങ്ങളെല്ലാം താത്പര്യാർത്ഥമായി ബോധിപ്പിക്കുന്ന തത്വമായതുകൊണ്ട് ശബ്ദസഹ എന്നും ഭഗവാനെ നമ്മുടെ സഹസ്രനാമത്തിൽ കീർത്തിക്കുന്നു. എല്ലാറ്റിൻ്റെയും കാരണമായതിനാൽ അനാദിയാണെന്നും, പഞ്ചഭൂതങ്ങളാകുന്ന ആധാരങ്ങളുടെയും ആധാരമായതിനാൽ ആധാര നിലയനാണെന്നും, നിത്യമായ ബോധസ്വരൂപമായതിനാൽ പ്രജാകരൻ എന്നും, സ്വപ്രകാശമായ ജ്ഞാനമായതിനാൽ പ്രമാണം എന്നും, തനിക്ക് മറ്റൊരു കാരണമില്ല, താൻ തന്നെയാണ് തൻ്റെ കാരണം എന്ന നിലയിൽ ആത്മയോനി ആണെന്നും, എല്ലാറ്റിനും നിമിത്ത കാരണമായതും താൻ തന്നെയാണ് എന്ന അർത്ഥത്തിൽ സ്വയം ജാതനായും, കാലചക്രത്തെ തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നവനായി രഥാംഗപാണിയായും, മറ്റൊന്നിനാലും ക്ഷോഭിപ്പിക്കപ്പെടാത്തവനായി അക്ഷോഭ്യനായും, ആയുധമല്ലാത്തവയെന്ന് തോന്നുന്നവയെയും കൂടി ആയുധമാക്കുന്നവനായതിനാൽ സർവപ്രഹരണായുധനായും ഭഗവാനെ നമ്മൾ സഹസ്രനാമത്തിൽ കീർത്തിക്കുന്നു. അതുപോലെ ഒരേ കൃഷ്ണതത്വത്തെ മംഗളാർത്ഥകമായി പറയുമ്പോൾ നമഃ എന്ന അവസാനം പറഞ്ഞിരിക്കുന്നതായ നമസ്കാരം, അത് ഭൂയിഷ്ഠാം തേ നമ ഉക്തിം വിധേയമ എന്ന് കഠോപനിഷത്തിൽ നചികേതസ് യമനോട് പറയുന്നതായ ആ വാക്യം അർത്ഥവത്താവുകയാണ്. അതിന് പൂർവികരായിരിക്കുന്ന ആചാര്യന്മാർ പറഞ്ഞ ഒരു ശ്ലോകവും കൂടിയുണ്ട്. ഏകോപി കൃഷ്ണേ സുഹൃതഃ പ്രണാമോ ദശ അശ്വമേധ അവഭൃതേന തുല്യഃ ദശ അശ്വമേധി പുനരേതി ജന്മ കൃഷ്ണ പ്രണാമീന പുനർഭവായ. കൃഷ്ണനിൽ നമ്മൾ ഒരു പ്രണാമത്തെ ചെയ്താൽ തന്നെ അത് 10 അശ്വമേധങ്ങൾക്ക് തുല്യമാവുന്നു. 10 അശ്വമേധങ്ങൾ ചെയ്ത ഒരാൾ വീണ്ടും ജന്മത്തെ പ്രാപിക്കുന്നു, അതായത് വീണ്ടും ജനിക്കുന്നു. എന്നാൽ കൃഷ്ണനെ പ്രണമിക്കുന്നവർ പിന്നീട് ഒരിക്കലും ജനിക്കുന്നില്ല. അതുപോലെ തന്നെ തസീ പുഷ്പസങ്കാശം പീതവാസസം അച്യുതം യേ നമസ്യന്തി ഗോവിന്ദം ന തേഷാം വിദ്യതേ ഭയം. ഭഗവാനെ ആരാണോ സ്മരിക്കുന്നത്,
നമിക്കുന്നത് അവർക്ക് ഭയമുണ്ടാകുന്നില്ല. ഭയമുണ്ടാകാത്ത ആ ഒരു അവസ്ഥയിലേക്കാണ് അദ്വൈത വേദാന്തം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്, അല്ലെ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് അവിടേക്കാണ്. ആ ഭയമില്ലാത്തുള്ളതായ അവസ്ഥയിലേക്ക് എത്തുവാനായി നമുക്ക് ഭഗവാൻ തന്നെ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യദത്ര സൗഷ്ഠവം കിഞ്ചിത് തദ് ഗുരോരേവ മേ നഹി, യദത്ര അസൗഷ്ഠവം കിഞ്ചിത് തന്മമൈവ ഗുരോർനഹി എന്ന് ഗുരുപാദങ്ങളിൽ പ്രണാമപൂർവകം ഈ അവതരണം അവസാനിപ്പിക്കുന്നു. സമയം കൂടുതൽ എടുത്തുണ്ടെങ്കിൽ സോറി എല്ലാവരോടും. എന്നാലും നമ്മുടെ ഇന്നത്തെ രണ്ട് വിഷയങ്ങളും വേദവും വേദാന്തവും, ഈ രണ്ട് വിഷയങ്ങളും നമുക്ക് വളരെയേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഗഹനമായ ഒരു വിഷയത്തെ നമുക്കായിട്ട് ഇവിടെ അവതരിപ്പിച്ച ഡോക്ടർ എൻ ഉഷാദേവി ടീച്ചറിന്റെ ഭക്തമണ്ഡലിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെമിനാർ ഇവിടെ സമാപിക്കുകയാണ്. ഈ സെമിനാറിന് ഔപചാരികമായിട്ട് കൃതജ്ഞത അറിയിക്കാനായിട്ട് ശ്രീമതി അംബിക ഹരികുമാറിനെ ക്ഷണിക്കുന്നു. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമ പഠനത്തിന്റെ ആവർത്തന പാഠങ്ങളും സംഗ്രഹവുമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ഈ ചടങ്ങിന് നന്ദി പ്രകാശനം നടത്തുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ഏവരുടെയും അനുവാദത്തോടെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സെമിനാറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ മഹേഷ് അവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ നിർലോഭമായ സഹകരണം കൊണ്ടാണ് ഭക്തമണ്ഡലിക്ക് പല ഭഗവത് പ്രവർത്തനങ്ങളും വൻ വിജയമാക്കി മാറ്റാൻ കഴിഞ്ഞത്. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കേണ്ടത് വിഷ്ണു സഹസ്രനാമ ജപവും വേദവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിച്ച കാലടി ശൃംഗേരി ശ്രീശങ്കര മഠം മാനേജർ പ്രൊഫസർ എ സുബ്രഹ്മണ്യ അയ്യർ അവർക്കാണ്. തന്റെ തിരക്കിട്ട കർത്തവ്യങ്ങൾക്കിടയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി വിജ്ഞാനപ്രദമായ ഒരു പ്രഭാഷണം അവതരിപ്പിച്ച മാന്യ വ്യക്തിത്വത്തിന് അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് കാലടി ശ്രീശങ്കര കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ എൻ ഉഷാദേവി അവർക്കാണ്. തന്റെ ആർജിച്ച വിജ്ഞാനം നമുക്കും വരും തലമുറയ്ക്കും ഉപയോഗപ്രദമായ രീതിയിൽ വിഷ്ണു സഹസ്രനാമ ജപവും വേദാന്തവും എന്ന ഗഹനമായ വിഷയത്തെ വളരെ ലളിതമായി അവതരിപ്പിച്ച ടീച്ചർക്ക് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും നേരം ജിജ്ഞാസയോടെയും ക്ഷമയോടെയും സെമിനാറിൽ പങ്കെടുത്ത എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഹരി ഓം. ശുഭരാത്രി. എല്ലാവർക്കും ശുഭരാത്രി. നമ്മുടെ അടുത്ത സെമിനാർ ശ്രദ്ധിക്കുക. അപ്പോ അത് സെപ്റ്റംബർ 9 ചൊവ്വാഴ്ചയാണ്. ഇപ്പൊ നമ്മുടെ പാഠങ്ങൾ തുടരുന്നുണ്ടാവും. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദിവസമുള്ള ജപവും ഇനി വരുന്ന ഹരിവലവും അത് നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈ നിത്യ ജപത്തിലേക്കും ശുക്ലപക്ഷ ഏകാദശിക്കുള്ള ഹരിവലത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. ശാന്തിമന്ത്രത്തോടുകൂടി ഇന്നത്തെ ഈ സെമിനാർ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. ഓം പൂർണ്ണമതയാണ്. ഓം പൂർണ്ണമാദായ ശാന്തി. ശുഭരാത്രി. എല്ലാവർക്കും ശുഭരാത്രി. ഓം എല്ലാവർക്കും ശുഭരാത്രി.